അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഫോറിൻ പോളിസിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, so 1947 independence and partition. India and Pakistan became two independent states. A violent partition takes place, displacing millions. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 1947 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പാർട്ടീഷൻ നടക്കുന്നു. ഒരു വയലന്റ് പാർട്ടീഷൻ അതിനെ വിളിക്കാൻ കാരണം ഇപ്പൊ നമുക്കറിയാലേ, ഈ ജർമ്മനിലൊക്കെ നടന്ന ഹോളോകോസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഈ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത ഒരു സംഭവമാണ് ഈ ഹോളോകോസ്റ്റ് എന്ന്. കാരണം അത്രയും തീവ്രമായതുകൊണ്ടാണ് അതിനെ ഈ ഹോളോകോസ്റ്റ് എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ആ പാർട്ടീഷനെയും ചില ചരിത്രകാരന്മാര് ഹോളോകോസ്റ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ഒരുപാട് ആൾക്കാരാണ്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ പാർട്ടീഷൻ മൂലം ജീവൻ നഷ്ടപ്പെട്ടേയും പിന്നെ നല്ലൊരു ശതമാനം, ഇപ്പം അത് ഏതൊരു കോൺഫ്ലിക്റ്റ് എടുത്തോട്ടെ, യുദ്ധം എടുത്തോട്ടെ, സിവിൽ വാർ എടുത്തോട്ടെ, ഏതുതരം കോൺഫ്ലിക്റ്റ് എടുത്താലും കൂടുതൽ എഫക്ട് ആവുന്നത് സ്ത്രീകളാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ സ്ത്രീകളായിരിക്കും കൂടുതൽ എഫക്ട് ആവുന്നത്. ഇപ്പൊ പാർട്ടീഷനിലും വളരെ വലിയ തോതിൽ മാസ് റേപ്പ്, അബ്ഡക്ഷൻ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഭയങ്കര വയലന്റ് ആയ ഒരു പാർട്ടീഷൻ ആയിരുന്നു എന്ന് പറയുന്നത്. ഓക്കെ, 1947 Junagadh dispute. Indian troops annexed Junagadh on 9th November 1947 by the order of Sardar Vallabhbhai Patel. ഇപ്പൊ ജുനാഗാദ് എന്ന് പറയുന്നത് ഒരു പ്രൊവിൻസ് ആയിരുന്നു. ഈ ഇന്ത്യ പാകിസ്ഥാൻ വാറിനൊക്കെ ഒരു തുടക്കം ജുനാഗാദ് ഡിസ്പ്യൂട്ട് നമുക്ക് പറയാം, ഈ ഫസ്റ്റ് വാറിന്റെ. ഓക്കെ, ജുനാഗാദ് എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ് ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന നവാബ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, അതായത് ഈ പറഞ്ഞ പാർട്ടീഷൻ കഴിഞ്ഞല്ലോ, പാർട്ടീഷൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഈ നാട്ടുരാജ്യങ്ങൾ ഏതെങ്കിലും ഒരു ഇന്ത്യൻ യൂണിയനായിട്ടോ അല്ലെങ്കിൽ പാകിസ്ഥാനോ ആയിട്ടോ എന്ത് വേണം, അനക്സ് ചെയ്യണം അല്ലെ. അപ്പൊ അനക്സ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നവാബ് തീരുമാനിച്ചു പാകിസ്ഥാനുമായിട്ട് അനക്സ് ചെയ്യാന്ന്. പക്ഷെ അവിടുത്തെ ജനങ്ങളുടെ വികാരം വേറെയായിരുന്നു. ഓക്കെ, ജനങ്ങളുടെ വികാരം വേറെയായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു പീപ്പിൾ റെബല്യൺ ആണ് ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. അതായത് ആൾക്കാർ ഒന്നിച്ചുകൂടി അവിടെ റോഡൊക്കെ തടയുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അവിടുന്ന് ഇന്ത്യൻ സൈന്യം വരുന്നു. അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ പോയി. അങ്ങനെ ആ ഡിസ്പ്യൂട്ട് ഉണ്ടായ സമയത്ത് അവിടെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ പ്ലെസിബിസൈറ്റ് എന്ന് പറയും. പ്ലെസിബിസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടെടുപ്പാണ് ബേസിക്കലി. ഓക്കെ, ഒരു വിഷയം വരുന്നു, ആ വിഷയത്തിന്റെ മുകളിൽ ആ നാട്ടിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. അങ്ങനെ ഈ ജുനാഗാദ് എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യത്ത് അല്ല ഒരു പ്രൊവിൻസിൽ എന്ത് പറഞ്ഞ ഒരു പ്ലെസിബിസൈറ്റ് നടക്കുന്നു. പ്ലെബിസൈറ്റ് അല്ല, പ്ലെബിസൈറ്റ്. ഓക്കെ, പ്ലെബിസൈറ്റ് എന്നാണ് അതിനെ പറയാം. ഓക്കെ, അങ്ങനെ ആ വോട്ടെടുപ്പില് ഏകദേശം 99% ആൾക്കാരും പറഞ്ഞത് ഇന്ത്യൻ യൂണിയനുമായി ചേർന്നാൽ മതി, പാകിസ്ഥാനുമായി പോണ്ട. അപ്പൊ ആ ഡിസ്പ്യൂട്ടിനെയാണ് ജുനാഗാദ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് 1947 to 1948 നമുക്കെല്ലാം അറിയാം ഇന്ത്യ പാകിസ്ഥാൻ വാർ. ദ ഫസ്റ്റ് ഇന്ത്യ പാക് വാർ ഓൺ Kashmir, October 1947 to December 1948. The war ends with India gains 2/3 control of territory, Pak 1/3 control. Okay, നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഈ വാറിന്റെ കഥ എല്ലാവർക്കും അറിയായിരിക്കും. അതായത് അവിടെ കാശ്മീർ എന്ന് പറഞ്ഞ ഒരു നാട്ടുരാജ്യത്ത് അവിടെ എന്തുണ്ടായിരുന്നു, അവിടെ ഹരിസിംഗ് എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. പുള്ളി ആരുമായിട്ടും അനക്സ് ആയില്ല. അനക്സ് ആവാതെ നിന്ന സമയത്ത് പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ പിടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് ഇൻഫിൽട്രേറ്റേഴ്സിനെ അയക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ കൗണ്ടർ ചെയ്യുന്നു. കൗണ്ടർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഹരിസിംഗ് തന്നെ എന്ത് ചെയ്യുന്നു, നെഹ്റുവിന് ആ ടൈമിൽ ഒരു കത്ത് അയക്കുകയാണ്. ആക്ച്വലി നെഹ്റുവിന് ആ ടൈമിൽ ഒരു കത്ത് അയക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ എന്ത് ചെയ്യുന്നു, കൗണ്ടർ ചെയ്യുന്നു. അവിടെ അങ്ങനെയാണ് ഫസ്റ്റ് ഇന്ത്യ പാകിസ്ഥാൻ വാർ വരുന്നത്. ഫസ്റ്റ് ഇന്ത്യ പാകിസ്ഥാൻ വാറിൽ കാശ്മീരിന്റെ 2/3 ടെറിട്ടറി ഇന്ത്യ അനക്സ് ചെയ്തപ്പോൾ അതിലൊരു 1/3 ടെറിട്ടറി പാകിസ്ഥാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, പാക് ഒക്കുപ്പൈഡ് കാശ്മീർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഇപ്പോഴും വളരെ ഡിസ്പ്യൂട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, വളരെ ഡിസ്പ്യൂട്ട് നടക്കുന്ന വളരെ കോൺഫ്ലിക്റ്റഡ് ആയ ഒരു സ്ഥലമാണ് ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന ഏരിയ. ഓക്കെ, ഇപ്പോഴും പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഇൻഫ്ലിക്റ്റേഴ്സിനെ അയച്ച് ഈ പറയുന്ന കാശ്മീരിൽ ഒരു അലക്ഷിതാവസ്ഥ ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിനെ മറിച്ചിടാനോ അല്ലെങ്കിൽ ആ ഏരിയ അനക്സ് ചെയ്ത് പിടിക്കാനൊക്കെ ശ്രമങ്ങൾ തുടരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. ഓക്കെ, അടുത്താണ് 1948 to 1951 United Nations on Kashmir. UNSC Resolution 47 forms a 5-member UN commission to deal with the ceasefire agreement in the subcontinent. അതായത് ഈ ഇന്ത്യ പാക് വാർ തുടർന്നു പോകുന്നതിന്റെ ഭാഗമായിട്ട് യുണൈറ്റഡ് നേഷൻസിൽ ഒരു കമ്മീഷൻ ഫോം ചെയ്യുന്നു. അതായത് ഈ ഇവിടെ ഒരു സീസ് ഫയർ കൊണ്ടുവരാൻ, സീസ് ഫയർ എന്താണെന്ന് അറിയായിരിക്കുമല്ലോ അല്ലെ, വെടിനിർത്തൽ കരാർ കൊണ്ടുവരാൻ വേണ്ടി ഒരു റെസല്യൂഷൻ UN പാസ്സാക്കുകയാണ്. ഓക്കെ, അടുത്താണ് 1950 ലിയാഖത്ത് നെഹ്റു പാക്ട്. ലിയാഖത്ത് നെഹ്റു പാക്ട് എന്ന് പറഞ്ഞാൽ ഇത് ഈ യുദ്ധത്തിനൊക്കെ കഴിഞ്ഞിട്ട്, ഓക്കെ, ഈ പറയുന്ന യുദ്ധത്തിന്റെ പ്രൊസീജിയർ, ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് അടങ്ങി നിൽക്കുന്ന ടൈമിലാണ് ലിയാഖത്ത് നെഹ്റു പാക്ട് നടക്കുന്നത്. ഓക്കെ, ലിയാഖത്ത് നെഹ്റു പാക്ട് എന്ന് പറഞ്ഞാൽ ലിയാഖത്ത് അവിടുത്തെ നേതാവായിരുന്നു, നെഹ്റു നമുക്കറിയാലോ. ട്രീറ്റി സൈൻ ടു ഗ്യാരണ്ടി റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് ടു ബോത്ത് ഇന്ത്യ ആൻഡ് പാക് ആഫ്റ്റർ വയലൻസ് ദേ സഫർ ഫ്രം പാർട്ടീഷൻ. അതായത് ഇന്ത്യയിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും എന്തുണ്ട്,
മൈനോറിറ്റീസ് ഉണ്ട് അല്ലെ. പാകിസ്ഥാനിലും ഹിന്ദുക്കളുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു ചെറിയൊരു ശതമാനം മൈനോറിറ്റീസ് ആയിട്ട് അവിടെ ഹിന്ദുക്കളുണ്ട്. ഓക്കെ, ഇപ്പം ഇന്ത്യയിലേക്ക് വരികയാണെങ്കിലും വലിയൊരു ശതമാനം മുസ്ലിംസ് ഉണ്ട്. അപ്പം ഈ പാർട്ടീഷന്റെ ഭാഗമായിട്ട് രണ്ട് രാജ്യത്തിലെ മൈനോറിറ്റീസിന് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത്. പാർട്ടീഷന്റെ ഭാഗമായിട്ട് വലിയ തീരെ നഷ്ടങ്ങളാണ് ഉണ്ടായത്. അപ്പം അവരുടെ റൈറ്റ്സ് ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് വേണ്ട അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കണം, അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശം ഉണ്ടെന്നൊരു ധാരണയിലാണ് ലിയാഖത്ത് നെഹ്റു പാക്ട് വരുന്നത്. ഓക്കെ, ഒരു ഉടമ്പടി പോലെ വരുന്നത്. അടുത്താണ് നെഹ്റു നൂൺ അഗ്രിമെന്റ്. നൂൺ എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. നെഹ്റു നൂൺ എന്ന് പറഞ്ഞാൽ ഫിറോസ് ഖാൻ നൂൺ എന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു. ഓക്കെ, പാകിസ്ഥാനിൽ ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു 1958 ടൈമിൽ. 1958 ടൈമിൽ ഒരു ഫിറോസ് ഖാൻ നൂൺ എന്ന് പറയുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ. Half of Beribari Union was agreed to be given to Pakistan, and another half to be retained by India. Then Supreme Court of India in landmark judgment, Beribari Union cited Article 3 of Indian Constitution and stated Parliament is not competent to give away a territory of India. അപ്പോൾ ഇതിന്റെ ഒരു സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ബെരുബാരി എന്ന് പറയുന്നത് ഒരു പ്രൊവിൻസ് ആയിരുന്നു, ഒരു പ്രദേശമായിരുന്നു. അപ്പം ഇന്ത്യ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ജവഹർലാൽ നെഹ്റുവും ഈ പറയുന്ന ഫിറോസ് ഖാൻ നോണും കൂടെ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കുകയും ഈ പറയുന്ന ബെരുബാരി എന്ന് പറയുന്ന സ്ഥലം പാകിസ്ഥാന് വിട്ടുകൊടുക്കാന്ന് പറയാണ്. ഓക്കെ, പാകിസ്ഥാന് വിട്ടുകൊടുക്കാന്ന് പറയാണ്. അപ്പോ അവിടെ കോടതി ഇടപെട്ടു. ഇന്ത്യയിൽ സുപ്രീം കോർട്ട് ഇടപെട്ട് പറഞ്ഞു എന്ത് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു രണ്ടാൾ തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലെ ഒരു പ്രൊവിൻസ് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഒരു പ്രൊവിൻസ് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയില്ല. അത് കോൺസ്റ്റിറ്റ്യൂഷൻ അതിന് അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രൊവിൻസ് വേറൊരു രാജ്യത്തിലേക്ക് കൈമാറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു പ്രൊവിൻസ് കൈമാറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പറയൂ. ഒരു പ്രൊവിൻസ്, ഇന്ത്യയിലെ കയ്യിലുള്ള ഒരു പ്രൊവിൻസ് അല്ലെങ്കിൽ ഒരു പ്രദേശം, ഒരു ബൗണ്ടറിയിൽ ഒരു ഡിസ്പ്യൂട്ട് കിടക്കുന്ന പ്രൊവിൻസ് ആണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻസ് പഠിക്കാനൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, കുറച്ച് എൻക്ലേവ്സ് ഇങ്ങോട്ട് എടുത്തു, കുറച്ച് എൻക്ലേവ്സ് അങ്ങോട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ പ്രോസസ് എങ്ങനെയാണ് ഫിനിഷ് ആയത്? ഇപ്പം നരേന്ദ്രമോദിയും അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് അവരുടെ നേതാവും വന്ന് ഒരു അഗ്രിമെന്റ് ഒപ്പിട്ട അങ്ങനെ പ്രോവിൻസ് കൊടുക്കാൻ പറ്റുമോ? പ്രൊവിൻസ് കൊടുക്കാൻ പറ്റില്ല. അതിന് പാർലമെന്റിൽ ഒരു പാസ്സാകണം? ഒരു അമെന്റ്മെന്റ് പാസ്സാക്കണം. ഓക്കെ, പാർലമെന്റിൽ അമെന്റ്മെന്റ് പാസ്സാക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ബംഗ്ലാദേശിന് നമ്മൾ എൻക്ലേവ്സ് കൊടുത്തപ്പോൾ നമ്മുടെ ഇവിടുത്തെ പാർലമെന്റിൽ പാസ്സാക്കിയ അമെന്റ്മെന്റ് ആണ് ഇന്ത്യയിലെ 100ാമത്തെ അമെന്റ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. ഇന്ത്യയിലെ 100ാമത്തെ അമെന്റ്മെന്റ് ബംഗ്ലാദേശിന് ഈ എൻക്ലേവ്സ് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പ്രൊവിൻസസ് അങ്ങോട്ട് കുറച്ച് പ്രൊവിൻസ് കൈമാറി ഇങ്ങോട്ട് കുറച്ച് സ്ഥലങ്ങൾ ഏറ്റെടുത്തു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അതായത് പാർലമെന്റിൽ ഈ പറയുന്ന 2/3 മെജോറിറ്റിയിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സായാൽ മാത്രമേ ഈ പറയുന്ന സ്ഥലങ്ങൾ നമുക്ക് കൈമാറാനോ ഇങ്ങോട്ട് എടുക്കാനോ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ബെരുബാരി കേസിന്, അതിനാണ് ഈ ബെരുബാരി യൂണിയൻ കേസ് എന്ന് പറയുന്നത്. വളരെ പ്രശസ്തമായ കേസാണ് കേട്ടോ. നിങ്ങൾ കേസസിനെ കുറിച്ച് പഠിക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ബെരുബാരി കേസിനെ കുറിച്ച് പഠിക്കും. വളരെ പ്രശസ്തമായ ഒരു കേസാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? അതിന്റെ ഭാഗമായിട്ടാണ് 9ാമത്തെ അമെന്റ്. ഓക്കെ, ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല, നിങ്ങളൊരു ജസ്റ്റ് പെയിൻ ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചോ. ഈ ബെരുബാരി എന്ന് പറയുന്ന ടെറിട്ടറി കൈമാറാൻ വേണ്ടിയാണ് ഇന്ത്യയിൽ 9ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് അല്ലെങ്കിൽ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. 9th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഈ ബെരുബാരി യൂണിയൻ കേസിന്റെ ഭാഗമായിട്ട് ബെരുബാരി എന്ന് പറഞ്ഞ പ്രദേശം പാകിസ്ഥാന് കൊടുക്കാൻ വേണ്ടി നെഹ്റു നൂൺ പാക്ടിന്റെ അല്ലെങ്കിൽ അഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് 9ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, അടുത്താണ് 1960 ഇൻഡസ് വാട്ടർ ട്രീറ്റി. Indus Water Treaty signed between PM Nehru and Pak President Ayub Khan. The treaty gives India control over 3 eastern rivers, Ravi, Beas, Satluj. The treaty gives Pakistan control over 3 western rivers, Indus, Chenab, Jhelum. അപ്പം ഇൻഡസ് വാട്ടർ എന്ന് പറയുന്നത് ഇന്ത്യയും ഈ പറയുന്ന പാകിസ്ഥാനും വേർതിരിക്കുന്ന ഒരു വാട്ടർ ബോഡിയാണ് ഇൻഡസ് വാട്ടർ എന്ന് പറയുന്നത്, ഇൻഡസ് റിവർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൊരു 6 കൈവരികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഈ രവി, ബേസ്, സത്ലജും ഇൻഡസ്, ചെനാബ്, ജലാബും. അപ്പൊ അതിൽ ഈസ്റ്റേൺ സെക്ടറിലുള്ള രവി, ബീസ്, സത്ലജ് ഇന്ത്യയിലേക്കും ഇന്ത്യക്കായിട്ടും ബാക്കി ഇൻഡസ്, ചെനാബ്, ജലം എന്താർക്കും കൺട്രോളിലേക്ക് വന്നു, പാകിസ്ഥാൻ കൺട്രോൾ വന്നു. ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇപ്പോ നിലവിലുണ്ടോ?
ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇപ്പോൾ നിലവിലുണ്ടോ? ഒരു ചോദ്യമാണ് കേട്ടോ. അറിയുന്നവർ പറയുക. ഇൻഡസ് വാട്ടർ ട്രീറ്റി ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ മാക്സിമം ഇല്ല. അത് ഏത് ഇൻസിഡന്റിലാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്യുന്നത് ഇന്ത്യയിൽ? ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇന്ത്യയിൽ റീസെന്റ് ആയിട്ടാണ്. അധികം കാലമൊന്നും ആയിട്ടില്ല. ഇന്ത്യയിൽ ഒരു ഇൻസിഡന്റിന്റെ പുറത്താണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇന്ത്യ സസ്പെൻഡ് ചെയ്തത്. അത് ഇപ്പോഴും റിവോക്ക് ചെയ്തിട്ടില്ല. സസ്പെൻഷൻ ഇപ്പോഴും റിവോക്ക് ചെയ്തിട്ടില്ല. സസ്പെൻഷൻ ഇപ്പോഴും ഇങ്ങനെയുണ്ട്. ഓപ്പറേഷൻ സിന്ധു, അതെ, ഓക്കെ, കറക്റ്റ് ആണ്. പഹൽഗാം ഇൻസിഡന്റിന്റെ ഭാഗമായിട്ട്, ഓക്കെ, കറക്റ്റ് ആണ്. പഹൽഗാം ഇൻസിഡന്റിന്റെ ഭാഗമായിട്ടാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത്, സസ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ പഹൽഗാമിൽ നമുക്കറിയാം, ഈ പാക് സ്പോൺസേർഡ് ടെററിസത്തിനെ കുറിച്ച് ഞാൻ കുറച്ച് വിശദമായിട്ട് പറഞ്ഞുതരുന്നു. അതൊന്ന് സൈഡായിട്ട്. ഓക്കെ, ഈ പറയുന്ന ഇത് അങ്ങനെ ട്രീറ്റി റിവോക്ക് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാല്, ഈ പറയുന്ന റിവേഴ്സിൽ പാകിസ്ഥാൻ ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിരുന്നു. ഓക്കെ, കാരണം നമ്മൾ ആ ട്രീറ്റി ബ്രേക്ക് ചെയ്യുന്നത് പ്രകാരം അവിടുത്തെ കുറെ കാർഷികമായിട്ട് അവരെ ഞെരുക്കാൻ കഴിയുമെന്നൊരു പെർസ്പെക്റ്റീവിലാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇതിന്റെ വേറൊരു സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇത് ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എക്കോണമി ബാധിക്കുന്നതിന് പുറമെ അവിടുത്തെ സാധാരണ ഒരു എത്തിക്കൽ സൈഡാണ് ഞാൻ പറയുന്നത്. ഒരു എത്തിക്കൽ സൈഡ് പറയുമ്പോൾ എന്താണ്, ഇങ്ങനെ ഒരു ട്രീറ്റി പോലൊരു ട്രീറ്റി നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങളെയും അവിടുത്തെ സാധാരണ കർഷകരെയൊക്കെ ആയിരിക്കും ഇത് കൂടുതലും അഫക്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഇതിനു മുന്നേ ഒരു ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, യുദ്ധങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും രാഷ്ട്രീയക്കാരുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ ആവശ്യങ്ങൾക്ക് പുറത്തുണ്ടാവുന്നതാണ്. സാധാരണക്കാർ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ അഫക്ട് ആകുന്നത് സാധാരണക്കാരായിരിക്കും. കർഷകരും തൊഴിലാളികളും ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അഫക്ട് ആവുക. ഇൻഡസ് വാട്ടർ ട്രീറ്റി റിവോക്ക് ചെയ്തത് ശരിയാണോ ഇല്ലയോ എന്ന് ചോദിക്കുന്നത് ഒരു എത്തിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് പലർക്കും പല അഭിപ്രായമായിരിക്കും. 1965 ഇന്ത്യ പാകിസ്ഥാൻ വാർ. ഓക്കെ, ഇന്ത്യ പാകിസ്ഥാൻ വാർ ഓപ്പറേഷൻ ഫെയിൽ. ഓക്കെ, ഞാൻ കുറച്ച് പോയിന്റ്സ് ആഡ് ചെയ്തിരുന്നു, പക്ഷെ ആ PDF അല്ല വന്നത്. ഞാൻ പറയാം, നിങ്ങൾ ജസ്റ്റ് എഴുതി വെച്ചോണേ. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ എഴുതി വെച്ചേക്കുക. ഇന്ത്യ പാകിസ്ഥാൻ വാർ ഓപ്പറേഷൻ ഫെയിൽസ് ഇൻ ഒബ്ജക്റ്റീവ്സ്. ഇന്ത്യ ദെൻ ലോസ്റ്റ് ഒഫൻസീവ് ടു. ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് മാറിപ്പോയിട്ടുണ്ട്. എനിക്കൊന്ന് കോപ്പി ചെയ്തപ്പോൾ കുറച്ച് പോയിന്റ്സ് വിട്ടുപോയതാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യ പാകിസ്ഥാൻ വാർ എന്ന് പറയുന്നത് ഈ പറയുന്ന കാശ്മീർ ഇഷ്യൂവിന്റെ പുറത്തുമായിരുന്നു. അതേ കണക്ക് തന്നെ റാൻ ഓഫ് കച്ച്. ഓക്കെ, റാൻ ഓഫ് കച്ച്, RANN ഓഫ് കച്ച്, KUATCH എന്ന് പറഞ്ഞ ഒരു പ്രദേശമുണ്ട്. റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന പ്രദേശത്ത് കുറച്ച് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതിന്റെയൊക്കെ പേരിലാണ് ഈ പറഞ്ഞ 1965 യുദ്ധം നടക്കുന്നത്. അന്ന് പാകിസ്ഥാൻ മിലിറ്ററി എന്തെന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻഫിൽട്രേറ്റേഴ്സിനെ അല്ലെങ്കിൽ കടന്നു കയറി ഈ പറയുന്ന കാശ്മീരിലേക്ക് കടന്നു കയറുകയും അവിടെ ഒരു അലക്ഷിതാവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ മിലിറ്ററി കൗണ്ടർ ചെയ്യുകയും ചെയ്യുന്നു. അന്ന് പ്രധാനമന്ത്രി ആരാണ്? ശാസ്ത്രിയാണ്. ഓക്കെ, ശാസ്ത്രിയാണ് പ്രധാനമന്ത്രി. അപ്പം അന്ന് പ്രധാനമന്ത്രി ശാസ്ത്രി കൊടുത്ത സ്ലോഗനാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അന്ന് ഈ പറയുന്ന പാകിസ്ഥാൻ മിലിറ്ററി ചെയ്ത ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഗിബ്രാൾട്ടർ. ഓക്കെ, ഞാൻ സ്പെല് ചെയ്യാം. ഓക്കെ, ജിബ്രാൾട്ടർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനിലൂടെയാണ് ഈ പറയുന്ന പാകിസ്ഥാൻ മിലിറ്ററി ഇൻഫിൽട്രേറ്റേഴ്സിനെ അയച്ചത്. നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഓപ്പറേഷൻ ജിബ്രാൾട്ടറിനെ കുറിച്ച് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം. ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഓക്കെ, പിന്നെ ഈ റാൻ ഓഫ് കച്ചിൽ ഉണ്ടായ ഈ പറയുന്ന സ്കിർമിഷിനെ കുറിച്ചും. ഓക്കെ, റാൻ ഓഫ് കച്ചിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയും പിന്നെ ഈ പറയുന്ന കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഇന്നോ ഇന്നലെ തുടങ്ങിയ ആവശ്യമില്ല. പാകിസ്ഥാൻ എന്നത്തോളം കാലം നിലനിൽക്കുന്നു അന്ന് ആ കാലത്ത് അത്രയും കാശ്മീരിന്റെ പേരിൽ പ്രശ്നം ഉണ്ടായിരിക്കും. ഓക്കെ, കാരണം ഒരു പാകിസ്ഥാന്റെ തന്നെ നിങ്ങൾ ഇതിനകത്ത് ആരും ചെയ്തിട്ടുണ്ടാവില്ല. പാകിസ്ഥാന്റെ തന്നെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, ഒരു പഴയ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു. സുൽഫിക്കർ അലി ഭൂട്ടോ ആണെന്ന് തോന്നുന്നു. അപ്പൊ പുള്ളി ഒരു പ്രസംഗത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ട്, ബ്ലീഡ് ഇന്ത്യ ത്രൂ 1000 കട്ട്സ് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നില്ല? ബ്ലീഡ് ഇന്ത്യ ത്രൂ 1000 കട്ട്സ് എന്ന് പറയുന്ന ഒരു സംഭവം. ബ്ലീഡ് ഇന്ത്യ ത്രൂ 1000 കട്ട്സ്. ഓക്കെ, ബ്ലീഡ് ഇന്ത്യ ത്രൂ 1000 കട്ട്സ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ,
ബ്ലീഡ് ഇന്ത്യ ത്രൂ 1000 cuts എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. അതായത് മാക്സിമം ഈ പറയുന്ന ജിഹാദികളെ അല്ലെങ്കിൽ ടെററിസ്റ്റുകളെ, ഈ പാക് സ്പോൺസർ ടെററിസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ടെററിസ്റ്റിനെ സ്പോൺസർ ചെയ്ത് ഇന്ത്യയെ തകർക്കുക, സാമ്പത്തികമായും അല്ലെങ്കിൽ സാമൂഹികപരമായും തകർക്കുക ഐഡിയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിനെയാണ് ഈ ബ്ലീഡ് ഇന്ത്യ ത്രൂ 1000 cuts എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കി ബ്ലീഡ് ചെയ്യിപ്പിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഇല്ലാതാക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ പറയുന്ന ഇൻഫിൽട്രേഷനും അല്ലെങ്കിൽ സ്പോൺസർ ടെററിസവും കടന്നുകയറ്റവും ജിഹാദ് ഓപ്പറേഷൻസും ഒക്കെ നടക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇവരുടെ തന്നെ എഴുതപ്പെടാത്ത ഒരു പോളിസിയാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഈ ബ്ലീഡ് ഇന്ത്യ ത്രൂ 1000 cuts അടിച്ചു നോക്കി നിങ്ങൾക്ക് വിക്കിപീഡിയയിലേക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റിൽ കാണാൻ പറ്റില്ല. കാരണം ഇത് ഇത് ഇവരുടെ ഒരു ഒഫീഷ്യൽ പോളിസി അല്ല. ബ്ലീഡ് ഇന്ത്യ ത്രൂ 1000 cuts എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അയൽ രാജ്യത്തിന് ബ്ലീഡ് ഇന്ത്യ ത്രൂ 1000 cuts എന്ന് പറയാൻ കഴിയില്ല അല്ലെ? അപ്പം ഇത് ഒഫീഷ്യൽ പോളിസി അല്ല, പക്ഷെ ഇങ്ങനെ ഒരു ഐഡിയ ആണ് പാകിസ്ഥാനിലെ മാറി മാറി വരുന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ മിലിറ്ററി കൊണ്ട് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ടെററിസത്തിനെ സ്പോൺസർ ചെയ്ത് ഇന്ത്യയെ സാമ്പത്തികമായിട്ടോ അല്ലാതെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞൊരു ഐഡിയ. ഓക്കെ, 1965 പാകിസ്ഥാൻ വാർ നമ്മൾ നോക്കി. 1966 താഷ്കന്റ് അഗ്രിമെന്റ്. അങ്ങനെ ഈ പറയുന്ന 1965 വാറിന് ശേഷം വരുന്നതാണ് താഷ്കന്റ് അഗ്രിമെന്റ്. സോവിയറ്റ് പ്രീമിയർ കോസ്കിൻ ഇൻവൈറ്റ്സ് ബോത്ത് ലീഡേഴ്സ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ടു എൻഡ് ദ കോൺഫ്ലിക്റ്റ് വിത്ത് സീസ് ഫയർ ലൈൻ. താഷ്കന്റ് അഗ്രിമെന്റ് സൈൻഡ് ഓൺ 10 January 1966. അങ്ങനെ ഈ പറയുന്ന USSR ആണ് കേട്ടോ മീഡിയേറ്റ് ചെയ്യുന്ന. ഈ പറയുന്ന താഷ്കന്റ് അഗ്രിമെന്റ് മീഡിയേറ്റ് ചെയ്തത് USSR ആണ്. അന്നത് സോവിയറ്റ് പ്രീമിയർ ആയിരുന്ന കോസ്കിൻ ആയിരുന്നു ഇത് മീഡിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ താഷ്കന്റ് അഗ്രിമെന്റ് വരുന്നു 10 January 1966. അങ്ങനെ താഷ്കന്റ് അഗ്രിമെന്റ് ഒപ്പിട്ടിട്ട് താഷ്കന്റിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് PM ശാസ്ത്രിക്ക് എന്ത് പറ്റുന്നത്? ശാസ്ത്രി പ്ലെയിൻ ക്രാഷിൽ കൊല്ലപ്പെടുന്നത്. ഓക്കെ, ലാൽ ബഹദൂർ ശാസ്ത്രി പ്ലെയിൻ ക്രാഷിൽ കൊല്ലപ്പെടുന്നത്. ഇന്നും അതിന്റെ പേരിലും കുറെ അഭ്യൂഹങ്ങളുണ്ട്. ഓക്കെ, കാരണം ഈ പറയുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പ്ലെയിൻ ക്രാഷുമായി സംബന്ധപ്പെട്ട ഒരുപാട് കുറെ തിയറീസ് ഒക്കെ ഉണ്ട്. ശരിയായിരിക്കാം. കാരണം അതിനെക്കുറിച്ചുള്ള ഫയൽസ് ഒക്കെ ഇന്നും ഭയങ്കര ക്ലാസിഫൈഡ് ആണ്. PM ശാസ്ത്രിയുടെ അന്നത്തെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഫയൽസ് ഒക്കെ ഇന്നും ക്ലാസിഫൈഡ് ആണ്. 1971 അപ്പൊ അടുത്ത യുദ്ധമാണ് നോക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വാർ, ബംഗ്ലാദേശ്. നമ്മളത് ബംഗ്ലാദേശ് വാർ ടൈമിൽ നോക്കിയതാണ്. 1971 and this is the first war not to be centered around Kashmir. Tensions arose between the Urdu speaking and Bengali speaking population in East Pakistan. ഓക്കെ, അപ്പൊ ഈസ്റ്റ് പാകിസ്ഥാൻ പറഞ്ഞു. ഈസ്റ്റ് പാകിസ്ഥാൻ ആണ് ഇന്ന് പറയുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ഉറുദു സ്പീക്കിംഗ് ആൻഡ് ബംഗാളി സ്പീക്കിംഗ് പോപ്പുലേഷൻ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നു. പാകിസ്ഥാൻ ബ്രൂട്ടലി കിൽസ് ബംഗാളി മൈനോറിറ്റീസ് വിത്ത് ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ്. അങ്ങനെ വെസ്റ്റ് പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു? ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് കടന്നു കയറുന്നു. രണ്ടും ഒന്ന് തന്നെ, പക്ഷെ കടന്നു കയറുന്നു. അതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ബംഗാളി മൈനോറിറ്റീസിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ജനസൈഡ് അവിടെ അഴിച്ചുവിടുകയാണ്. ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ്. ഇന്ത്യ സപ്പോർട്ട്സ് അവാമി ലീഗ് ലീഡർ മുജീബുർ റഹ്മാൻ. ഞാൻ പറഞ്ഞു അവാമി ലീഗിന്റെ നേതാവായിരുന്ന മുജീബുർ റഹ്മാനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ആക്റ്റീവ്ലി സപ്പോർട്ടഡ് ബംഗ്ലാദേശ് കോസ് ഫോർ ലിബറേഷൻ ആൻഡ് ദ ലിബറേഷൻ ഫോഴ്സ് മുക്തി ബാഹിനി. ലിബറേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഉണ്ടായിരുന്ന ആ ലിബറേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഫോഴ്സിനെയാണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ആർമി പോലത്തെ സെറ്റപ്പിനെയാണ് മുക്തി ബാഹിനി എന്ന് പറഞ്ഞത്. ഇന്ത്യൻ ആർമി വിൻസ് ദിസ് വാർ ഡിസൈസീവ്ലി. ദ കോൺഫ്ലിക്ട് എൻഡ് വിത്ത് സൈനിങ് ഓഫ് ഷിംല അഗ്രിമെന്റ്. ഓക്കെ, അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ വാറിന്റെ ഒരു യുദ്ധം നടക്കും. നമ്മൾ ഈ ബംഗ്ലാദേശിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഒരു വാർ നടക്കുന്നു. അതിനായിട്ട് അവാമി ലീഗിൽ ഈ മുജീബുർ റഹ്മാൻ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്ന് പ്രൈം മിനിസ്റ്റർ. അന്ന് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ മിലിറ്ററി അങ്ങോട്ട് അയക്കുന്നു. അപ്പൊ പാകിസ്ഥാൻ ചിലപ്പോൾ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും, കുറച്ച് കഥകളൊക്കെ ഉണ്ട് ഇതിന്റെ പിന്നിൽ. അതായത് പാകിസ്ഥാൻ US-ന്റെ സഹായം തേടുകയും US-ന്റെ സെവൻത് ഫ്ലീറ്റ് എന്ന് പറഞ്ഞാൽ US നേവിയുടെ ഏറ്റവും വലിയ ഫ്ലീറ്റ് ആണ് സെവൻത് ഫ്ലീറ്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന വിമാന കാരിയറും കാരിയേഴ്സ് ഒക്കെ ഉള്ള ഒരു വലിയ ഫ്ലീറ്റ് ആണ് സെവൻത് ഫ്ലീറ്റ്. അങ്ങനെ സെവൻത് ഫ്ലീറ്റിനെ ഈ പറയുന്ന പാകിസ്ഥാന് സപ്പോർട്ടായിട്ട് അയക്കുകയൊക്കെ ചെയ്തപ്പോ ഇന്ത്യ ആരുടെ സഹായം തേടി? USSRന്റെ സഹായം തേടുകയും USSRന്റെ സബ്മറൈൻസ് ആണ് അന്ന് ഈ പറയുന്ന സെവൻത് ഫ്ലീറ്റ്സിന്റെ കുറുകെ വന്ന് അവരെ ബ്ലോക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ, ഒരു നറേറ്റീവ് ഉണ്ട് അതിനെ കുറിച്ച്. കാരണം അന്ന് USSR നമ്മളെ സഹായിച്ചിരുന്നു എന്ന രീതിയിൽ. ഓക്കെ, ദ കോൺഫ്ലിക്ട് എൻഡ് വിത്ത് സൈനിങ് ഓഫ് ഷിംല അഗ്രിമെന്റ്. അങ്ങനെ ഷിംല അഗ്രിമെന്റ് സൈൻ ചെയ്ത് ഈ പറയുന്ന വാർ അവസാനിക്കുകയായിരുന്നു. ഓക്കെ, നിങ്ങളെല്ലാം നോക്കേണ്ടത്, നിങ്ങൾ വർഷം കാര്യമായിട്ട് നിങ്ങൾ വെയിറ്റേജ് കൊടുത്തില്ലെങ്കിൽ ഈ പറയുന്ന അഗ്രിമെന്റ് ഏത് വാറുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഈ പറയുന്ന അഗ്രിമെന്റ് സൈൻ ചെയ്തത് ആരൊക്കെ തമ്മിലാണ്, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. പിന്നെ ഓപ്പറേഷൻസിന്റെ പേര്. ഓക്കെ,
1972 Shimla Agreement. On 2nd June 1972, Shimla Agreement is signed between Indian PM Indira Gandhi, Pak PM Zulfikar Ali Bhutto. As per terms of Shimla Agreement, the Charter of the UN shall govern relations between India and Pakistan. The ceasefire line CFL of December 1971 shall be respected as a line of control. Okay. അതായത് ഇന്ത്യ ഈ പറയുന്ന ഇന്ദിരാഗാന്ധിയും പാക് പി എം സുൽഫിക്കർ അലി ഭൂട്ടോയുമായി ഒരു കരാറ് സൈൻ ചെയ്യുന്നു. അതാണ് ഷിംല അഗ്രിമെന്റ്. ജസ്റ്റ് വേണമെങ്കിൽ ആ വർഷം 1972 ഒന്ന് നോക്കി വെക്കുക. അത് പ്രകാരം UN ചാർട്ടർ ഉണ്ട്. ഓക്കെ, അതായത് UN ഒരു ചാർട്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഏതൊക്കെ ഭാഗങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും ഗവേൺ ചെയ്യണമെന്ന രീതിയിൽ. അത് പ്രകാരം സീസ്ഫയർ ലൈൻ CFL ഓഫ് ഡിസംബർ 1971 ഒരു സീസ്ഫയർ ലൈന് അന്ന് UN കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതാണ് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ലൈൻ ഓഫ് കൺട്രോൾ. നിങ്ങൾ വാർത്തയിലൊക്കെ സ്ഥിരം കേൾക്കുന്നുണ്ടാവും, ഈ ഇൻഫിൽട്രേറ്റ്സ് കടക്കുമ്പോൾ ലൈൻ ഓഫ് കൺട്രോൾ ഭേദിച്ച് കടന്നു, ലൈൻ ഓഫ് കൺട്രോൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വാർത്തകൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ ഇത്രയൊരു പോർഷൻസ് ആണ്. PM സുൽഫിക്കർ അലി ഭൂട്ടോ, ഇന്ദിരാഗാന്ധി, ഷിംല അഗ്രിമെന്റ്. ഓക്കെ, 1972. ഓക്കെ, അന്ന് ഇവര് പറഞ്ഞാണ് ഡിഫറൻസ് ഷാൽ ബി സെറ്റിൽഡ് ബൈ പീസ്ഫുൾ മീൻസ് ആൻഡ് ത്രൂ ബൈലാറ്ററൽ നെഗോസിയേഷൻസ്. കാലങ്ങളായിട്ട് പറയുന്നുണ്ട് UN, പക്ഷെ ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല. ഇപ്പൊ UN കേസൊക്കെ പറയുകയാണെങ്കിൽ UN കേസ് ഒരു കോമഡിയാണ് അല്ലെ. UN പല കാര്യത്തിലും ചെറിയ ഇടപെടാൻ നോക്കി, പക്ഷെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് UN ഭയങ്കര കുറവാണ്. UN ലോകത്തിൽ സമാധാനം ഉണ്ടാക്കി എടുക്കാൻ വന്ന ഒരു മീനായിട്ടാണ് അല്ലെങ്കിൽ ഒരു സംഘടനയായിട്ടാണ് UN വന്നതെങ്കിൽ ഇന്ന് ഈ പറയുന്ന വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഒരു കളിപ്പാവയായിട്ട് UN മാറിയിട്ടുണ്ട്. ഡിബേറ്റബിൾ ആയ ഒരു ടോപ്പിക് ആണ്, എന്നാലും ഞാൻ പറയാണ് അതൊരു കളിപ്പാവയായിട്ട് എഫക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ അത് ഒരു വളരെ ഡിബേറ്റബിൾ ആയ ഒരു ടോപ്പിക്കാണ്. 86 ഓപ്പറേഷൻ ബ്രാസ് ടാക്സ്. ഓക്കെ, ഓപ്പറേഷൻ ബ്രാസ് ടാക്സ്. ഈ the Indian Army undertook a military operation from January 1987. This last came conducted in Rajasthan by the Indian Army, involving around 5 lakh troops on the ground. In the military exercise was to conduct a war-like simulation exercise to determine strength and tactical nuclear strategy of Pakistan. Operation ഇന്ത്യൻ മിലിറ്ററി എന്ത് ചെയ്തു പറഞ്ഞാല് രാജസ്ഥാന്റെ ബോർഡറിൽ വെച്ച് ഒരു വലിയൊരു എന്ത് നടത്തുകയാണ്, ഈ പറയുന്ന ഒരു 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 മിലിറ്ററി ഓപ്പറേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ട്രെയിനിങ് പോലെ അല്ലെങ്കിൽ ഒരു മോക്ക് ഡ്രില്ല് പോലെ ഒരു സംഭവം കണ്ടക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഒരു വാർ ലൈക്ക് സിറ്റുവേഷൻ വന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കണ്ടക്ടർ ഒരു കാര്യം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ ടൈം എന്ന് പറയുന്നത് അത്ര നല്ലൊരു ടൈമല്ല. കാരണം ഇന്ത്യ ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ഈ പറയുന്ന ന്യൂക്ലിയർ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ ഈ പറയുന്ന ഒരു ടെൻഷൻ അവിടെ ഫോം ആയിട്ടുണ്ട്. ഓപ്പറേഷൻ ബ്രാസ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള കോൺഫ്ലിക്റ്റോ യുദ്ധമോ ഒന്നും നടന്നിട്ടില്ല. ഈ പറയുന്ന ഒരു യുദ്ധം സമാനമായ സാഹചര്യം ഉണ്ടായി. ഒരു യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ടായി. അതിനെയായിരുന്നു ഓപ്പറേഷൻ ബ്രാസ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പം PM രാജീവ് ഗാന്ധിയാണ്. Okay, 1988 Nuclear Non-Aggression Pact. Rajiv Gandhi enjoyed good rapport with next Pakistan Prime Minister Benazir Bhutto and they signed the Nuclear Non-Aggression Agreement in 1988. Okay, ഇപ്പം ഇന്ത്യ പാകിസ്ഥാനും ന്യൂക്ലിയർ ഫസ്റ്റ് ഈ പറയുന്ന ടെസ്റ്റ് ചെയ്ത പോലെ ചഗായി 1 എന്ന് പറഞ്ഞ് പാകിസ്ഥാനും പാരലി തന്നെ അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്ത്യയുടെ പാകിസ്ഥാനിൽ ഒരേ വർഷമാണ് ടെസ്റ്റ് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് രണ്ടുപേരും ഒരു ന്യൂക്ലിയർ പവർ ആയിട്ട് റൈസ് ആയി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് രാജീവ് ഗാന്ധി 1988 ഉണ്ടായിരുന്നപ്പോ അന്ന് ഈ പറയുന്ന പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ആയ ബനസീർ ഭൂട്ടോയുമായിട്ട് രാജീവ് ഗാന്ധിക്ക് നല്ല റാപ്പോ ഉണ്ടായിരുന്നു. ഓക്കെ, നല്ല റാപ്പോ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ നല്ല ടേംസ് ആയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ന്യൂക്ലിയർ നോൺ അഗ്രഷൻ അഗ്രിമെന്റ് 1988 രാജീവ് ഗാന്ധിയും പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ആയ ബനസീർ ഭൂട്ടോയും തമ്മിൽ സൈൻ ചെയ്തത്. ഓക്കെ, അടുത്താണ് 1998 പൊക്രാൻ 2 ടെസ്റ്റ്, ന്യൂക്ലിയർ ടെസ്റ്റ്, ഓപ്പറേഷൻ ശക്തി. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പറേഷൻ ശക്തിയിലൂടെയാണ് ഇന്ത്യ ഒരു ഫുൾ സ്കെയിൽ ന്യൂക്ലിയർ ആംഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത്. ഓപ്പറേഷൻ ശക്തിയിലൂടെയാണ് 1998 ഒരു ഫുൾ സ്കെയിൽ ഒരു ന്യൂക്ലിയർ ആംഡ് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്.
Between 11th May and 11th to 13th May 1998, India carried 3 underground nuclear tests at Pokhran range. Okay, the first test നടന്നത് Pokhran range വെച്ചാണ് ഈ പറയുന്ന 1998 ഓപ്പറേഷൻ ശക്തിയിലൂടെ സെക്കൻഡ് ടെസ്റ്റ് നടക്കുന്നത്. India became a nuclear weapon state in 1998. Okay, USA heavily condemned India's Pokhran test and imposed sanctions against India. ഓക്കെ, പക്ഷെ ഈ ടെസ്റ്റിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇന്ത്യക്ക് നേരെ സാങ്ഷൻസ് വെച്ചിട്ടുണ്ട്. സാങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഉപരോധങ്ങളാണ്, മെയിൻ ആയിട്ട് സാമ്പത്തിക ഉപരോധങ്ങളെയാണ് നമ്മൾ സാങ്ഷൻസ് എന്ന് പറയുക. ഓക്കെ, എക്കണോമിക് സാങ്ഷൻസ് എന്ന് പറയാറുണ്ട്. അതായത് ഒന്നെങ്കിൽ ഇന്ത്യ കയറ്റുമതി ഇറക്കുമതി ഇവരങ്ങ് തടയും, ഇന്ന രാജ്യങ്ങൾ ഇവരുടെ അലീഡായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് പറയും, അല്ലെങ്കിൽ ഇമ്പോർട്ട് ടാക്സ് ഭീകരമായി കൂട്ടും. അപ്പൊ ഇതിനെയൊക്കെയാണ് നമ്മൾ സാങ്ഷൻസ് എന്ന് പറയുക. അപ്പം ഈ പറയുന്ന ന്യൂക്ലിയർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി, ഈ അമേരിക്ക ഇന്ത്യക്കെതിരെ സാങ്ഷൻസ് കൊണ്ടുവന്നിരുന്നു. ഈ പറയുന്ന US-ന്റെ പോളിസി എല്ലാം മാറാൻ കാരണം ഒരു അറ്റാക്ക് ആണ്. ഓക്കെ, ഈ പറയുന്ന US-ന്റെ ബാക്കിയുള്ള രാജ്യങ്ങളോടും അല്ലെങ്കിൽ ന്യൂക്ലിയർ പോളിസി ആയിക്കോട്ടെ, ഈ പറയുന്ന ന്യൂക്ലിയർ ടെക്നോളജി കൊടുക്കുന്ന പോളിസി ആയിക്കോട്ടെ, ഇതെല്ലാം മാറാൻ കാരണം ഒരു അറ്റാക്ക് ആണ്. അത് ഏതറ്റാക്കാണ്? ഞാൻ തന്നെ കുറെ വട്ടം പറഞ്ഞിട്ടുണ്ട്. US-ന്റെ ഈ പറയുന്ന ഒരു ഫോറിൻ പോളിസി മൊത്തം മാറ്റിമറിച്ചത് ഒരു ഇൻസിഡന്റ് ആണ്. US-ന്റെ ലോകത്തിനോടുള്ള ഫോറിൻ പോളിസി മാറി മറിച്ചത് ഒരു ഇൻസിഡന്റ് ആണ്. അതേതാണ്? അറ്റാക്ക് എന്ന് കേട്ടിട്ടില്ലേ? 9/11 ട്വിൻ ടവർ അറ്റാക്ക്, വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് എന്ന് കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ആ ഇൻസിഡന്റിന് ശേഷമാണ് നമുക്ക് ഇപ്പൊ ഇന്ത്യ US റിലേഷൻ പഠിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആ ഇൻസിഡന്റിന് ശേഷമാണ് അമേരിക്കയ്ക്ക് ലോകത്തിനോടുള്ള തന്നെ ഫോറിൻ പോളിസി മാറി തുടങ്ങുന്നത്. അതിന് വരെ ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങളുടെ വ്യോമപാതയിൽ ഒരു ഈച്ച പറഞ്ഞാൽ ഞങ്ങൾ അറിയുമെന്ന് അത്ര അഹങ്കാരിച്ച് നടന്ന ഒരു നാടായിരുന്നു അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോഴാണ് ഇവരുടെ തന്നെ 2 വിമാനങ്ങൾ ഈ പറയുന്ന അൽഖ്വയ്ദ ടെററിസ്റ്റുകൾ ഹൈജാക്ക് ചെയ്യും, ഈ പറയുന്ന ട്വിൻ ടവേഴ്സിലേക്ക് ഇടിച്ചു കയറ്റി ഏകദേശം 3000-ഓളം ആൾക്കാരാണ് അന്ന് കൊല്ലപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ ബാക്ക് ടു ടോപ്പിക്. 1998 ഈ പറഞ്ഞ സാങ്ഷൻസ് ഇന്ത്യക്കെതിരെ USA കൊണ്ടുവരികയാണ്. USA മാത്രമല്ല, ഈ പറഞ്ഞ ചൈന സാങ്ഷൻസ് കൊണ്ടുവന്നില്ലെങ്കിലും ചൈന UN അല്ലെങ്കിൽ UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇതിനെതിരെ തുറന്നടിച്ചിരുന്നു. നിങ്ങൾ നമ്മള് ന്യൂക്ലിയർ പോളിസി പഠിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റി എന്ന് പറഞ്ഞൊരു ട്രീറ്റി ഉണ്ട്, NPT. അപ്പൊ ഇതിന്റെ ബേസിലാണ് ഈ പറയുന്ന ഇന്ത്യ ഒരു സിഗ്നറ്ററി ആണോ, പറഞ്ഞ ഡോക്യുമെന്റ് ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ടോ? ന്യൂക്ലിയർ പ്രൊളിഫറേഷൻ ട്രീറ്റി ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, NPT ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് സാങ്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത്. അതായത് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ ന്യൂക്ലിയർ പവറായ ഒരു 5 രാജ്യങ്ങളുണ്ട്. നമുക്ക് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. USA, UK, ചൈന, റഷ്യ, USSR ഒക്കെ വരുന്ന ഫ്രാൻസ്, 5 രാജ്യങ്ങളുണ്ട്. ഈ ന്യൂക്ലിയർ പ്രൊളിഫറേഷൻ ട്രീറ്റി പ്രകാരം ഈ 5 രാജ്യങ്ങളല്ലാതെ ഒരു രാജ്യങ്ങളും ന്യൂക്ലിയർ ആം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ട്രീറ്റിയാണ് ന്യൂക്ലിയർ പ്രൊളിഫറേഷൻ ട്രീറ്റി എന്ന് പറയുന്നത്. അല്ലേ, അതെന്ത് ഡിസ്ക്രിമിനേറ്ററി ഒരു ട്രീറ്റി അല്ലേ? ഭയങ്കര ഒരു വലിയൊരു ഡിസ്ക്രിമിനേഷൻ അല്ലേ? ഞങ്ങൾക്ക് മാത്രം മതി, വേറെ ആർക്കും ഉണ്ടാവണ്ടെന്ന് പറയുന്ന ഒരു ട്രീറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സൈൻ ചെയ്തില്ല. അപ്പൊ സാങ്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. Seeing India secure its nuclear security in South Asia, Pakistan could not resist and carried out its only nuclear test till date, codenamed Chagai 1 and Chagai 2. അപ്പൊ ഇത് രണ്ടാണ് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ചഗായ് 1 നമ്മുടെ പൊക്രാൻ 1, പൊക്രാൻ 2 പോലെ അവിടെ ചഗായ് 1, ചഗായ് 2 സെയിം ഇയർ. ഓക്കെ, ഇയർ ഒന്നും മാറ്റി പഠിക്കേണ്ട കാര്യമില്ല. 1998 1974 സെയിം ഇയർ തന്നെയാണ് ഈ 2 ടെസ്റ്റുകൾ, പാകിസ്ഥാന്റെ ഇന്ത്യയുടെയും ടെസ്റ്റുകൾ പാരലലി നടക്കുന്നത്. 1998 composite dialogue process. India on started composite dialogue process with Pak on 8 subjects: confidence building measures, Jammu and Kashmir, Siachen, Tulbul navigation project, Sir Creek dispute, trade and economic cooperation, terrorism and drug trafficking, friendly exchanges in different fields. Okay. വാജ്പേയിയുമായിട്ട് ഒരു ഡയലോഗ് പ്രോസസ് നടക്കുന്നു. ഓക്കെ, കോമേഴ്സ് ഡയലോഗ് പ്രോസസ് അത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമല്ല. സർ ക്രീക്ക് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാല്, ക്രീക്ക് എന്ന് പറഞ്ഞാല് ഒരു ചെറിയൊരു റിവർ പോലത്തെ ഒരു സെറ്റപ്പ് ആണ് കേട്ടോ. ക്രീക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരു റിവറിന്റെ കൈവരി പോലത്തെ ഒരു സെറ്റപ്പാണ്. ഈ റാൻ ഓഫ് കച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അപ്പൊ ഈ റാൻ ഓഫ് കച്ചിൽ സർ ക്രീക്ക് ഡിസ്പ്യൂട്ട് ഉണ്ടാവും. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു കോമ്പോസിറ്റ് ഡയലോഗ് 1998 നടക്കുന്നു.
1999 Delhi Lahore bus diplomacy. Inaugural run of the Delhi to Lahore bus service started in February 1999. Okay. ഇതിന് ഡൽഹി ലാഹോർ ബസ് ഡിപ്ലോമസി എന്നാണ് പറഞ്ഞത്. ഒന്നുമില്ല, 1999 പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് എന്ത് ഡൽഹിയിൽ നിന്ന് ലാഹോറിലേക്ക് ഒരു ബസ് സർവീസ് സ്റ്റാർട്ട് ആവുന്നു. 1999 Lahore Declaration. Lahore, PM Vajpayee met Pakistan PM Nawaz Sharif and signed the Lahore Declaration in February 1999. Under the Lahore Declaration, both countries agreed to stop any more nuclear arms race. Okay, അങ്ങനെ ലാഹോർ ഡിക്ലറേഷൻ വരികയാണ്. ലാഹോറിൽ, അതായത് നമ്മുടെ PM വാജ്പേയി പാകിസ്ഥാന്റെ PM ആയ നവാസ് ഷെരീഫുമായിട്ട് ഒരു ലാഹോർ ഡിക്ലറേഷൻ സൈൻ ചെയ്യുന്നു. അങ്ങനെ ലാഹോർ ഡിക്ലറേഷൻ സൈൻ ചെയ്യുന്നു 1999. അപ്പൊ അതിന്റെ ലാഹോർ ഡിക്ലറേഷൻ എന്താണ് പറയുന്നത്? ഇനി ഈ രണ്ട് രാജ്യങ്ങൾ, പാകിസ്ഥാൻ ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും, ഒരു ന്യൂക്ലിയർ ആംസ് റേസിലേക്ക്, അതായത് ന്യൂക്ലിയർ വെപ്പൺസ് ഇങ്ങനെ ഒരു പരിധിക്ക് മുകളിൽ കൊണ്ടുപോകുന്നത് രണ്ടുപേരും നിർത്താമെന്ന രീതിയിൽ ഒരു ഡിക്ലറേഷൻ വരികയാണ്. അതിനാണ് ലാഹോർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. 1999 ഇന്ത്യ പാകിസ്ഥാൻ വാർ, കാർഗിൽ വാർ. ഇപ്പം വാജ്പേയിനെ ഒരു അതായത് വാജ്പേയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് പാകിസ്ഥാൻ കാർഗിലിൽ കയറി അറ്റാക്ക് ചെയ്തു. ഈ പറയുന്ന ഒരു ഡിക്ലറേഷൻ ഒക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് വന്ന വാജ്പേയിക്ക് ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ പോലും ഒരു ഗ്യാപ്പ് കൊടുത്തില്ല. അതിനുള്ളിൽ കാർഗിലിൽ കയറി പാകിസ്ഥാൻ തിരിച്ച് അറ്റാക്ക് ചെയ്തു. 1999 അതേ സെയിം ഇയറിൽ കേട്ടോ. ലാഹോർ ഡിക്ലറേഷൻ കാർഗിൽ വാർ ഒക്കെ സെയിം ഇയറിലാണ്, 1999 തന്നെയാണ്. ഇന്ത്യ പാകിസ്ഥാൻ വാർ, കാർഗിൽ വാർ. Fourth India Pakistan war is fought at Kargil, May July 1999. 3 military operations were carried out by India. Operation Vijay carried out by the Indian Army, Operation Sagar by the Indian Air Force, and Operation Talwar by Indian Navy. നിങ്ങൾ ഓപ്പറേഷനുകളുടെ പേരൊക്കെ പഠിക്കുക. ഓക്കെ, ഓപ്പറേഷനുകളുടെ പേരൊക്കെ പഠിക്കുക. അങ്ങനെ ഈ പറയുന്ന കാർഗിൽ എന്ന് പറയുന്നത് വളരെ സ്ട്രാറ്റജിക്കലി അഡ്വാൻസ് ആയ ഒരു പൊസിഷൻ ആയിരുന്നു. അപ്പം അവിടുത്തെ പോസ്റ്റുകൾ ഈ പറയുന്ന പാകിസ്ഥാൻ മിലിറ്ററി ഇൻഫിൽട്രേറ്റ് ചെയ്യുകയും അവിടെ ഇന്ത്യൻ മിലിറ്ററിയുടെ പോസ്റ്റുകൾ ഇവർ കയ്യിലാക്കുകയും ചെയ്യുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഓപ്പറേഷൻ വിജയ് ഒക്കെ നടക്കുന്നത്. ഇന്ത്യൻ മിലിറ്ററിയും എയർഫോഴ്സും നേവിയും സമഗ്രമായി ഒരു അറ്റാക്ക് എന്ന് പറയുന്നത്, ഫസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന കാർഗിൽ വാറാണ്. അതായത് ഇന്ത്യൻ ആർമിയും മിലിറ്ററിയും നേവിനെയും മൂന്ന് ഈ പറയുന്ന ഇന്ത്യൻ മിലിറ്ററിയുടെ 3 ഈ കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കംപ്ലീറ്റ് ഫുൾ സ്കെയിൽ ഓപ്പറേഷൻ നടത്തുന്നത് കാർഗിൽ വാറാണെന്നാണ് എന്റെ അറിവ്. ഓക്കെ. 2001 Agra summit. Despite incidents of terrorist attacks from Pak, Vajpayee tried to restart the compost. അതായത് ഉണ്ടാകുന്നതിന് പുറത്ത് വാജ്പേയി എന്ത് ചെയ്യുന്നുണ്ട്? ഡയലോഗിലൂടെ അല്ലെങ്കിൽ ഒരു നെഗോസിയേഷനിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. വാജ്പേയി ആൻഡ് മുഷറഫ് eventually met at the historic city of Agra. How Parvez Musharraf anto how the two countries could not meet at an agreement point. For Pakistan, Kashmir was the core issue, and for India, cross-border terrorism supported by the Pakistan state. Okay. പക്ഷേ ഈ പറയുന്ന ആഗ്ര സമ്മിറ്റ് ഒരു തരത്തിൽ ഫെയിലിയർ ആയിരുന്നു. ഇവർ തമ്മിൽ കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാശ്മീരാണ്. പക്ഷെ ഇന്ത്യയുടെ പ്രശ്നം എന്ന് പറഞ്ഞത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത് വരുന്ന ഈ പറയുന്ന ഇൻഫിൽട്രേറ്റിംഗ് ആയ ക്രോസ് ബോർഡർ ടെററിസം ആയിരുന്നു. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത് ഇന്ത്യ നശിപ്പിക്കാനായി വരുന്ന ക്രോസ് ബോർഡർ ടെററിസം ഇവർ നിർത്തണമെന്നായിരുന്നു. ഓക്കെ. ഇവർ പാകിസ്ഥാനിലെ എല്ലാ പല ഒഫീഷ്യൽസും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ ഈ പറയുന്ന ജെയ്ഷെ മുഹമ്മദിനും ലഷ്കർ എ തോയ്ബയ്ക്കും എല്ലാം ഫണ്ട് ചെയ്തിട്ടുണ്ട്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് പല ആൾക്കാരും പല ഇന്റർവ്യൂവിലും ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2001 terrorist attack on Indian Parliament. A deadly terrorist attack on the Indian Parliament took place on 13 December 2001. India retaliated with Operation Parikrama. This was the biggest military mobilization since Kargil. So India drastically reduced all contact with Pakistan. അതായത് ഇപ്പം ഈ ഇടയ്ക്ക് ദുരന്തർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിരുന്നു. അതിനകത്തൊക്കെ ഈ പറയുന്ന ഇന്ത്യൻ പാർലമെന്റ് അറ്റാക്ക് കാണിക്കുന്നുണ്ട്. ദുരന്തർ കണ്ടായിരുന്നു ആരെങ്കിലും? ദുരന്തർ കാണാത്തവരുണ്ടാവും, പക്ഷെ കണ്ടവരുണ്ടാവും കേട്ടോ. ഇക്കൂട്ടത്തിൽ എനിക്കറിയില്ല. പക്ഷെ ആ സിനിമ ഒരു പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡന്റ് എന്ന രീതിയിൽ നമ്മൾ കാണുമ്പോൾ മൊത്തത്തിൽ അത് അങ്ങനെ എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് അബ്സേർഡ് ആയുള്ള കാര്യങ്ങൾ പറഞ്ഞൊരു സിനിമയാണ് ദുരന്തർ എന്ന് പറയുന്നത്. A deadly terrorist attack on the Indian Parliament took place on 13 December. അതായത് പാർലമെന്റിൽ അറ്റാക്ക് നടക്കുന്നു, തീവ്രവാദ അറ്റാക്ക് നടക്കുന്നു. ആ അറ്റാക്കിനെ റിട്ടയർ ചെയ്ത ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ പരിക്രമ എന്ന് പറയുന്നത്. ഓക്കെ. അതിനുശേഷം പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും ഇന്ത്യ കട്ട് ചെയ്യുകയായിരുന്നു. ഓക്കെ. 2003 India's nuclear doctrine. Father of India, ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കിടക്കുന്നത്, നിങ്ങൾ എന്നെ വായിച്ചു നോക്കാം. Fathers of India's nuclear program, Homi J. Bhabha. What is nuclear doctrine? It is a document which states how a nuclear weapon state should employ its nuclear weapon both during times of peace and war. It's nothing. Who first passed the India's nuclear doctrine?
Cabinet Committee on Security. Okay, January 2003 ഇത് പാസ്സാവുന്നത്. When was India's nuclear doctrine established? January 2003. What are the 2 points of India's nuclear doctrine? No first use, credible minimum deterrence, NFU. Okay, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് NFU എന്ന് പറയുന്നത്, നോ ഫസ്റ്റ് യൂസ്. അതായത് ഇന്ത്യ ഒരിക്കലും നമ്മുടെ ന്യൂക്ലിയർ വെപ്പൺസ് ആദ്യമേ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കില്ല. ഒരു കോൺഫ്ലിക്റ്റിലും ഇന്ത്യ അങ്ങോട്ട് ആദ്യമേ കയറി ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കില്ല. നമ്മളെ ഇങ്ങോട്ട് ബയോളജിക്കൽ, കെമിക്കൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ ആയ വെപ്പൺസ് കൊണ്ട് തീവ്രമായി ആക്രമിക്കുകയാണെങ്കിൽ മാത്രമേ ഇന്ത്യ പറയുന്ന ന്യൂക്ലിയർ ഒരു വാറിലേക്ക് കടക്കത്തുള്ളൂ. ഓക്കെ, അല്ലാത്ത ആവശ്യം കടക്കില്ല. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 1998 ശേഷം, അതായത് ന്യൂക്ലിയർ ഈ പറയുന്ന നമ്മളൊരു ആംഡ് സ്റ്റേറ്റ് ആയി മാറിയതിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ഫുൾ സ്കെയിൽ വാറെന്ന്, അല്ലെങ്കിൽ ഒരു കാർഗിലിനെ തന്നെ നമുക്കൊരു ഫുൾ സ്കെയിൽ വാറെന്ന് വിളിക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം. ഓക്കെ, കാർഗിൽ കുറച്ച് പറയുന്ന പട്ടാളക്കാര് ഒരു പോസ്റ്റ്, ഒരു വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയ ഒരു പോസ്റ്റ് ഇവര് എന്താണ് അവിടുത്തെ ഇന്ത്യൻ സൈനികരെ കൊന്നിട്ട് ആ പോസ്റ്റ് കൈയടക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു കോൺഫ്ലിക്റ്റ് ആണ് കാർഗിൽ വാർ എന്ന് പറയുന്നത്. ഒരു ഫുൾ സ്കെയിൽ വാർ നമുക്ക് കാർഗിലിനെ വിളിക്കാൻ കഴിയില്ല. ഈ പറയുന്ന രണ്ട് സ്റ്റേറ്റും ന്യൂക്ലിയർ സ്റ്റേറ്റുകളായതിനു ശേഷം ഒരു ഫുൾ സ്കെയിൽ വാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിട്ടില്ല. അല്ലെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഈ പറയുന്ന ന്യൂക്ലിയർ സ്റ്റേറ്റ് ആയതുകൊണ്ട്. ഓക്കെ, ന്യൂക്ലിയർ സ്റ്റേറ്റ് ആയതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റും ന്യൂക്ലിയർ സ്റ്റേറ്റുകൾ അല്ലായിരുന്നെങ്കിൽ വീണ്ടും ഈ പറയുന്ന പഹൽഗാമും അല്ലെങ്കിൽ ഉറി പോലെയുള്ള അറ്റാക്കുകൾ നിങ്ങൾക്ക് അറിയായിരിക്കില്ല. ഉറി കുറച്ചും കൂടെ തീവ്രമായിരുന്നു. പഹൽഗാമിനെ വെച്ച് നോക്കുമ്പോൾ പുൽവാമ അറ്റാക്ക് ഒക്കെ ഉണ്ടായ സമയത്ത് ഈ പറയുന്ന ന്യൂക്ലിയർ സ്റ്റേറ്റിൽ അല്ലായിരുന്നെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഷുവർ ആയിട്ട് ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോയേനെ. ഈ പറഞ്ഞ സർജിക്കൽ സ്ട്രൈക്കിൽ എന്നൊരു ഫുൾ സ്കെയിൽ വാറിലേക്ക് തന്നെ പോയേനെ. ഓക്കെ, ഈ ന്യൂക്ലിയർ സ്റ്റേറ്റ് ആകുമ്പോഴുള്ള ഒരു കാര്യങ്ങളാണ് ഈ പറയുന്ന എന്താണ് ഇതിനെ പറയാ, ഈ ഡിറ്ററൻസ്, ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്നാണ് പറയുക. അതായത് ന്യൂക്ലിയർ സ്റ്റേറ്റ് ആയതുകൊണ്ട് ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകില്ല. ഇതിനാണ് ഡിറ്ററൻസ് എന്ന് പറയുന്നത്, ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്ന് പറയുന്നത്. ഓക്കെ, Okay, 2005 Srinagar Muzaffarabad bus service. PM Manmohan Singh tried to restart the composite process with Pakistan. In this context, Srinagar to Muzaffarabad bus service started in 2005. Okay, വീണ്ടും നേരത്തെ നമ്മൾ പറഞ്ഞ ഡൽഹി ലാഹോർ ബസ് പോലെ വേറൊരു ബസ് സർവീസ് ആണ് 2005. അത് മൻമോഹൻ സിംഗ് ആണ് കൊണ്ടുവരുന്നത്. 2006, 2007, 2008 നമ്മുടെ ഇന്ത്യയിൽ സീരിയസ് ആയിട്ടുള്ള ടെററിസ്റ്റ് അറ്റാക്കുകളാണ് നടക്കുന്നത് ഈ പറഞ്ഞ 3 വർഷത്തിൽ. 2006 മുംബൈയിൽ, 2007 സമജ്ഹോത്ത എക്സ്പ്രസ് ബോംബിംഗ് പാനിപ്പത്ത്, 2008 നമുക്കെല്ലാവരും 26/11 ടെറർ അറ്റാക്സ് ഓൺ മുംബൈ, താജ് ഹോട്ടൽ ആക്രമണം അറിയായിരിക്കും. അപ്പം ഈ പറയുന്ന ഒരു 3 വർഷത്തെ അടുപ്പിച്ച് 3 മേജർ ടെററിസ്റ്റ് ഇവന്റ്സ് ആണ് ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. അതിനുശേഷം 2015 ടെററിസ്റ്റ് അറ്റാക്ക് ഓൺ ഗുരുദാസ്പൂർ, Udhampur, Pathankot Air Base, Pak state sponsored terrorist attack. So the militancy shifts from Jammu and Kashmir to Punjab. A series of terrorist attacks occurred in 2015 and 2016. Gurdaspur, Udhampur and Pathankot Air Base. Okay, Pathankot Air Base ഒരു 3 സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന ടെററിസ്റ്റ് അറ്റാക്കുകൾ നടക്കുന്നത് 2015. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് വർഷവും ഇത് എവിടെയാണ് എന്നുള്ള സംഭവം കൂടെ മനസ്സിലാക്കി വെക്കുക. ഉറി 2016, 2015 പത്താങ്കോട്ട്. ഓക്കെ, like Gurdaspur, Udhampur. 2014 terrorist attack on Uri town. On 18 September 2016, the army camp at Uri town in Baramulla district was attacked by a group of terrorists having routes traceable to Pakistan. ഉറിയിലാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ ഒരു സംഭവം നടക്കുന്നത്. 2014 ഉറിയിൽ എന്ത് ചെയ്യുന്നു, ഉറി എന്ന് പറഞ്ഞ ടൗണിൽ ഒരു അറ്റാക്ക് നടക്കുന്നു. അതിന്റെ ഭാഗമായി കുറെ ആൾക്കാർ മരിക്കുന്നു. ഓക്കെ, അപ്പം അതിന്റെ പേര് തപ്പി പോകുമ്പോഴും മനസ്സിലാവുന്നത് ഈ പറയുന്ന പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത, പാകിസ്ഥാൻ ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ സഹായിച്ച ടെററിസ്റ്റുകളാണ് എന്നാണ്. ഓക്കെ, 2014 29 സെപ്റ്റംബർ ഇന്ത്യൻ ആർമി carried out a limited and terrorist operation based on precise inputs on concentration of military groups, the Uri surgical strike. ഓക്കെ, അതായത് പ്രിസൈസ് ആയിട്ടുള്ള കുറച്ച് ഇന്ത്യയിൽ കിട്ടുന്നു. അപ്പൊ അതിന്റെ ബേസിൽ ഈ പറഞ്ഞ തീവ്രവാദികളുടെ പല ട്രെയിനിങ് ക്യാമ്പുകളും ഇവരുടെ മിലിറ്ററി ഗ്രൂപ്പുകളും എല്ലാം ഒരു സർജിക്കൽ സ്ട്രൈക്ക്, ഒരു ഓവർനൈറ്റ് സ്ട്രൈക്ക് ആയിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. വളരെ പ്രിസൈസ് ആയിട്ടുള്ള സ്ട്രൈക്ക് ആയതുകൊണ്ട്, വളരെ വേഗത്തിൽ വളരെ പ്രിസൈസ് ആയിട്ട് ചെയ്തുകൊണ്ടാണ് ഇതിനെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സർജറി ചെയ്യുന്ന പോലെ വളരെ പ്രിസൈസ് ആയിട്ടാണ് ഈ പറയുന്ന സ്ട്രൈക്ക് നടത്തിയത്. അതുകൊണ്ടാണ് ഇതിനെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. 2007 Kulbhushan Jadhav case. Illegal detention of Indian national Kulbhushan Jadhav, consular assist under the Vienna Convention, was asked several times. Okay, അതായത് കുൽഭൂഷൺ ജാദവ് കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു എക്സ് നേവൽ ഓഫീസർ ആണ് കുൽഭൂഷൺ ജാദവ് എന്ന് പറയുന്ന ആള്. അപ്പൊ അയാളെ പാകിസ്ഥാനിൽ വെച്ചല്ല, എനിക്കൊന്ന് ഒരു അറബ് കൺട്രി വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത്.
അറസ്റ്റ് ചെയ്തതിന്റെ കാരണം അവർ പറഞ്ഞത് കുൽഭൂഷൺ ജാദവ് ഒരു റോയുടെ ഏജന്റ് ആണ്, ഓക്കെ, ഒരു ഇന്ത്യയുടെ ചാരനാണ് കുൽഭൂഷൺ ജാദവ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന കുൽഭൂഷൺ ജാദവിനെ ഇവർ അറസ്റ്റ് ചെയ്യുന്നത് പാകിസ്ഥാൻ കിട്ടും. അതും പാകിസ്ഥാനിൽ വെച്ചല്ല അറസ്റ്റ് ചെയ്യുന്നത്, വേറെ എവിടെ വെച്ചിട്ടാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, പോയിട്ട് അവിടെ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ കുൽഭൂഷൺ ജാദവിനെ ഇവർ തിരിച്ച് പാകിസ്ഥാനിൽ കൊണ്ടുവരുന്നു. പുള്ളീനെ തൂക്കിക്കൊല്ലാൻ ഇവർ റെഡി ആവുകയാണ്. തൂക്കിക്കൊല്ലാൻ ഒരു ഡിസിഷൻ വരുന്ന ടൈമിലാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ ക്രിമിനൽ ജസ്റ്റിസ് കോർട്ട്, അതായത് ഹേഗില, നമ്മുടെ UN തന്നെ ഒരു കൈവരിയായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. അപ്പൊ അവർ ഇടപെടുകയും ഈ പറഞ്ഞ ഡെത്ത് സെന്റൻസിന് ഒരു സ്റ്റേ വാങ്ങിയെടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇന്ത്യയുടെ തുടർച്ചയായിട്ടുള്ള ഇടപെടൽ മൂലം ഈ കുൽഭൂഷൺ ജാദവിന്റെ ഡെത്ത് സെന്റൻസ്, അതായത് എല്ലാം തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെടുന്നു. പക്ഷെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇടപെടുന്നു, അതിന്റെ ഭാഗമായിട്ട് ഒരു സ്റ്റേ ഒപ്പിച്ചെടുക്കുന്നു ഇന്ത്യ. ഇതുവരെ കുൽഭൂഷൺ 2017 സ്റ്റേ വരുന്നത്, 2017. പക്ഷെ ഇതുവരെ ഈ പറഞ്ഞ ശിക്ഷ അവിടെ നടപ്പാക്കിയിട്ടില്ല, കാരണം ആ സ്റ്റേ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ആ സ്റ്റേ നിൽക്കുന്ന കാരണം നാഷണൽ റൂൾസ് പ്രകാരം ഈ പറയുന്ന വധശിക്ഷ നടപ്പാക്കാതെയാണ് ഇപ്പോഴും കുൽഭൂഷൺ ജാദവിനെ അവർ പിടിച്ചു വെച്ചേക്കുന്നത്. 2019 ടെററിസ്റ്റ് അറ്റാക്ക് ഓൺ പുൽവാമ അറ്റാക്ക് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. 14 February 2019, 40 Indian security forces were killed in a cross-border suicide terror attack in Pulwama, Jammu and Kashmir, by Pakistan-based and supported terrorist organization ജെയ്ഷെ മുഹമ്മദ്. ഇന്ത്യയിൽ നടക്കുന്ന 40% ടെററിസ്റ്റ് അറ്റാക്കുകളുടെ പുറകിൽ ഒന്നുകിൽ ലഷ്കർ ഇ തോയ്ബ ആയിരിക്കും, അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് ആയിരിക്കും. ഓക്കെ, എനിക്ക് റീസെന്റ് നടന്ന അറ്റാക്ക് ജെയ്ഷെ മുഹമ്മദാണ് ഏറ്റെടുത്തതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തോയ്ബയ്ക്കൊക്കെ ഫണ്ട് ചെയ്തത് പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യ ആരോപിക്കുന്നത്. കുറെ കാര്യങ്ങൾ അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പല ഇവരുടെ ഡിപ്ലോമാറ്റ്സിന്റെ വായം തന്നെ ഏതെങ്കിലും ഇന്റർവ്യൂ വെച്ചൊക്കെ ഇവരുടെ വായം തന്നെ വീഴാറുണ്ട്. അതായത് ഞങ്ങൾ ഇങ്ങനെ കൊടുത്തിരുന്നു, അതൊക്കെ പക്ഷെ പിന്നീട് പ്രശ്നമായി രീതിയിലൊക്കെ ഇവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കിട്ടും. ഓക്കെ, പുൽവാമ അറ്റാക്കിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, പുൽവാമ അറ്റാക്ക് എനിക്കൊന്ന് ഈ ഡെക്കേഡിൽ നടന്നതിൽ വലിയ ഒരു ഇന്റലിജൻസ് വീഴ്ച എന്ന് പറയുന്നത് പുൽവാമ അറ്റാക്കാണ്. കാരണം 40 ഈ പറയുന്ന ഒരു വലിയൊരു 100 സൈനികളെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഓൾറെഡി മിലിറ്ററിയിൽ ഒരു വലിയൊരു കോഡ് ഉണ്ട്, അതായത് ഒരു റൂൾ ഉണ്ട്, ഇത്രയും സൈനികരെ കൊണ്ടുപോകുമ്പോൾ റോഡ് മാർഗം ഇത്രയും ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഇത്രയും ദൂരം റോഡ് മാർഗം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞൊരു കോഡ് ഉണ്ടായിട്ട് അത് തെറ്റിച്ചിട്ടാണ് ഈ പറയുന്ന സൈനികരെ കൊണ്ടുപോവുകയും അതിന്റെ ഭാഗമായിട്ട് സൂസൈഡ് അറ്റാക്ക് നടക്കുകയും 40ഓളം സൈനികര് മരണപ്പെടുകയും ചെയ്യുന്നത്. വളരെ വലിയ ബ്ലാസ്റ്റ് ആയിരുന്നു കേട്ടോ, വളരെ വലിയ ബ്ലാസ്റ്റ് ആയിരുന്നു. പലരുടെയും ബോഡി തന്നെ പലരുടെയും ഭയങ്കര കർക്കാസായിട്ടായിരുന്നു കടന്നത്. അപ്പം അതൊരു വലിയ ഇന്റലിജൻസ് വീഴ്ചയാണ് കേട്ടോ. പുൽവാമ അറ്റാക്ക് പറഞ്ഞത് എനിക്കൊന്നും ഒരു കഴിഞ്ഞ 10 വർഷത്തിലുണ്ടായ ടെററിസ്റ്റ് അറ്റാക്കിൽ ഏറ്റവും വലിയ ഇന്റലിജൻസ് വീഴ്ച നടന്നത് പുൽവാമ അറ്റാക്കിലാണ്. 2019 Balakot airstrikes. On 26 February 2019, India carried out an intelligence-led anti-terror preemptive airstrike against Jaish e Mohammed training camp in Balakot. Okay. അതായത് 2019 ഈ പുൽവാമ ഈ പറയുന്ന സ്ട്രൈക്കിന്റെ ഭാഗമായിട്ട് ഒരു റിട്ടാലിയേഷൻ അടിക്കുകയാണ്. ബാലക്കോട്ട് എയർ സ്ട്രൈക്സ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ട്രെയിനിങ് ക്യാമ്പുകളിൽ, ബാലാക്കോട്ടുള്ള ട്രെയിനിങ് ക്യാമ്പുകളിൽ ഇന്ത്യൻ ആർമി തിരിച്ച് ഒരു പണി കൊടുക്കുകയാണ്. ഓക്കെ, ഒരു എയർ സ്ട്രൈക്ക് നടത്തുകയാണ്. അപ്പം ഇതിന്റെ ബാലാക്കോട്ട് എയർ സ്ട്രൈക്കിലാണ് നിങ്ങൾ അഭിനന്ദൻ വർത്തമാൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു പൈലറ്റ് പാകിസ്ഥാനിൽ പെട്ട് പോകുന്ന ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഒരു 6-7 വർഷമായില്ലേ അഭിനന്ദൻ വർത്തമാൻ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യയുടെ ഒരു പൈലറ്റ് ലോക്കായി പോവുകയും പിന്നീട് പുള്ളി നെഗോസിയേഷൻസിലൂടെ ഇങ്ങോട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നു. 2019 MFN status withdrawn. After the Pulwama terror attack, India withdrew the most favored nation status previously according to Pakistan. MFN status എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇന്ത്യയുടെ നെയ്ബറിംഗ് രാജ്യമാണല്ലോ. എന്തൊക്കെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, നെയ്ബറാണ് നമുക്ക് സഹിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നെയ്ബർ ആയതുകൊണ്ട് ഒരു MFN സ്റ്റാറ്റസ് കൊടുത്തിരുന്നു. അതായത് ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടാണ് MFN സ്റ്റാറ്റസ് കിടക്കുന്നത്. നമ്മുടെ ബേസിക്കലി ഇത് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഒരു സ്റ്റാറ്റസ് ആണ്. അവര് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സ്റ്റാറ്റസ് ആണ്. അപ്പൊ ഈ MFN സ്റ്റാറ്റസ് കൊടുക്കുന്ന രാജ്യങ്ങളുമായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന തിരിവ അല്ലെങ്കിൽ ഈ പറയുന്ന താരിഫ് കുറവായിരിക്കും. ഓക്കെ, താരിഫ് നമ്മൾ കുറവായിരിക്കും. അത് ഈസി ട്രേഡിന് വേണ്ടിയാണ്, കൂടുതൽ ട്രേഡ് നടക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഈ പറയുന്ന താരിഫ് കൂട്ടുകയും എക്സ്പോർട്ട് ഇമ്പോർട്ട് താരിഫ് വളരെ ചുരുക്കുകയും. ഇന്ത്യ അങ്ങോട്ട് പാകിസ്ഥാന് MFN സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന മോസ്റ്റ് ഫേവേർഡ് നേഷൻ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പാകിസ്ഥാൻ തിരിച്ച് MFN സ്റ്റാറ്റസ് ഇന്ത്യക്ക് തന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ പുൽവാമ അറ്റാക്കിന് ശേഷം ഇന്ത്യ ഈ MFN സ്റ്റാറ്റസ് വിഡ്രോ ചെയ്യുകയും ഏകദേശം 200% ഇന്ത്യ താരിഫ് എന്ന് കൂട്ടിയത്. ഓക്കെ, ഇന്ത്യ ഈ പറയുന്ന ടാക്സ് എന്ന് പറയാറില്ല, ട്രേഡിന്റെ നമ്മൾ താരിഫ് എന്നാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ഈ താരിഫ് ഏകദേശം 200 ഇരട്ടിയായി കൂട്ടുകയായിരുന്നു. ഓക്കെ, 200 ഇരട്ടിയല്ല, 200%. ഓക്കെ, 2 ഇരട്ടി എന്നൊക്കെ പറയാം, 2 ഇരട്ടിയാക്കി കൂട്ടുകയായിരുന്നു.
2019, Article 370 abrogated. Okay, on 5th August 2019, Article 370 of Indian Constitution was scrapped off, which gave a special status to Jammu and Kashmir. Following this decision, the bilateral relations face another severe blow. Okay, ആർട്ടിക്കിൾ 370 നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് ജമ്മു ആൻഡ് കാശ്മീരിന് ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തിരുന്ന ആർട്ടിക്കിളാണ് 370 എന്ന് പറയുന്നത്. കാശ്മീരിൽ മാത്രമല്ല, ഇപ്പം നാഗാലാൻഡിലൊക്കെ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് കേട്ടോ. അപ്പം സ്പെഷ്യൽ സ്റ്റാറ്റസ് ചില സംസ്ഥാനങ്ങൾക്ക് നമുക്ക് കൊടുക്കുന്നുണ്ട്. കാരണം അവിടുത്തെ സാഹചര്യങ്ങൾ മൂലമാണ് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്നത്. ഇപ്പൊ ജമ്മു ആൻഡ് കാശ്മീർ കാര്യം പറയുകയാണെങ്കിൽ ഈ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിൽ ഒരു നിയമം പാസ്സാവുകയാണ്, അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിനെ സംബന്ധിച്ച് നമ്മൾ സ്പെഷ്യൽ സ്റ്റാറ്റസ് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. സ്പെഷ്യൽ സ്റ്റാറ്റസ് ഒരു സംസ്ഥാനത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാലൊന്നുമില്ല. ഇപ്പൊ ഇന്ത്യയിൽ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി, അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഒരു നിയമം പാസ്സാക്കിയെന്ന് ഇരിക്കട്ടെ. ഓക്കെ, പാസ്സാക്കിയാലും ആ നിയമം ജമ്മു ആൻഡ് കാശ്മീരിൽ പ്രാബല്യത്തിൽ വരണമെങ്കിൽ അവിടെ അവരുടെ അസംബ്ലി കൂടി അവരുടെ 2/3 മെജോറിറ്റിയിൽ ഇത് ഓക്കെയാണ്, ഈ നിയമം ഇവിടെ കൊണ്ടുവരാൻ സമ്മതിച്ചാൽ മാത്രമേ ആ നിയമം ആ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ പറ്റൂ. ഇതേ കണക്ക് തന്നെ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരു സംസ്ഥാനമാണ് നാഗാലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നാഗാലാൻഡിൽ ഈ പറയുന്ന സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. നാഗാലാൻഡ് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കാൻ കാരണം അവിടെയുള്ള ട്രൈബൽ കസ്റ്റംസും അവരുടേതായിട്ടുള്ള കുറച്ച് ട്രൈബൽ റിച്വൽസ്, അപ്പൊ അവരുടെ ഒരു കൾച്ചറൽ സാധനം അല്ലെങ്കിൽ അവരുടെ ഒരു എത്നിക് സാധനം സേഫ് ആക്കണം എന്നൊരു ഐഡിയയിലാണ് ഈ പറയുന്ന സ്പെഷ്യൽ നാഗാലാൻഡ് കൊടുത്തേക്കുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിന്റെ കാര്യം വരുമ്പോൾ ഈ മൈനോറിറ്റി ഇഷ്യൂസ് ഉണ്ട്, അതേ കണക്ക് തന്നെ ഈ പാകിസ്ഥാൻ ഇഷ്യൂ ഉണ്ട്. അതൊക്കെ പിന്നെ ഇവര് എന്താണ് ലേറ്റർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരു വാറിലൂടെ അനക്സ് ആവുന്ന ഒരു സംസ്ഥാനമാണ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത്. അപ്പം ഇത്ര ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന സ്പെഷ്യൽ സ്റ്റാറ്റസ് ജമ്മു ആൻഡ് കാശ്മീരിനും കൊടുത്തിരുന്നത്. ആർട്ടിക്കിൾ 370 പ്രകാരം 2019 ഇതങ്ങ് അബ്രോഗേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇതങ്ങ് ഇല്ലാതാക്കിയാണ്. ആർട്ടിക്കിൾ 370 എടുത്ത് കളയാണ്. ഓക്കെ, 370 എടുത്ത് കളഞ്ഞിട്ട് എന്തോ പറ്റി, ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനം ഇല്ലാതാവുകയും ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും എന്ന് പറഞ്ഞ രണ്ട് യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് മാറ്റി. യൂണിയൻ ടെറിട്ടറീസ് ആക്കുമ്പോൾ എന്തോ പറ്റും, യൂണിയൻ ഗവൺമെന്റിന് ഈ പറയുന്ന സ്ഥലങ്ങളുടെ മേലിൽ കുറച്ചുകൂടെ അധികാരം ഉണ്ടാവും. ഓക്കെ, കുറച്ചുകൂടെ അധികാരം ഉണ്ടാവും. ഈ പറയുന്ന അബ്രോഗേറ്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് എന്താണ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് ആണ് ജമ്മു ആൻഡ് കാശ്മീരിൽ നടന്നത്. ഇപ്പൊ തന്നെ നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത് ഒരു ഓൺലൈൻ മീഡിയത്തിലാണ് അല്ലെ. അതായത് നെറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് നമ്മുടെ ലാപ്ടോപ്പിൽ കൂടെ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1.5 കൊല്ലമാണ് ഈ പറയുന്ന എന്താണ് ഈ അബ്രോഗേഷന്റെ ഭാഗമായിട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ എന്ത് വന്നു, പ്രസിഡന്റ്സ് റൂള് വന്നു അല്ലെ. പ്രസിഡന്റ്സ് റൂള് വന്നു, അല്ലെങ്കിൽ 144 വന്നു എന്ന് പറയും. ഓക്കെ, അങ്ങനെ പ്രസിഡന്റ്സ് റൂള് വരുന്ന ഭാഗമായിട്ട് ഏകദേശം 1.5 കൊല്ലമാണ് അവിടെ ഇന്റർനെറ്റ് ഇല്ലാതിരുന്നത്. ഈ ക്ലാസ്സിൽ തന്നെ ഉള്ള നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ ഒരു മണിക്കൂറെങ്കിലും ഇന്റർനെറ്റ് ഇല്ലാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണാൻ പോകാതിരിക്കാൻ പറ്റുന്നത്? 1.5 കൊല്ലത്തോളമാണ് കാശ്മീരിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഇത് അനുഭവിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഈ പറയുന്ന ഒരു ആർട്ടിക്കിൾ എടുത്ത് കളയുന്നതിന്റെ ഭാഗമായിട്ട്, വിശ്വാസ കളയുന്നതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ട് നെറ്റ് ഇല്ല. കാരണം ഞാൻ പഠിച്ചപ്പോൾ എന്റെ കൂടെ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് ഒരു 1-2 കൊല്ലം പറഞ്ഞാൽ അവർക്ക് ഓർക്കാൻ പോലും താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് അവിടെ നടന്നിരുന്നത്. ഓക്കെ, പോലീസിന്റെ ഭാഗത്തുനിന്നായാലും ഇന്ത്യയുടെ ഭാഗത്തുനിന്നായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന റിലീജിയസ് ഫണ്ടമെന്റൽസ് ഗ്രൂപ്പുകളുടെ ഭാഗത്തുനിന്നായാലും, അവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നായാലും, യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായാലും കൊടിയമായ ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, 2019 Kartarpur Sahib Corridor. The Kartarpur Sahib Corridor was formally inaugurated by the Prime Minister on 9 November 2019. Okay, ഈ കർത്താർപൂർ സാഹിബ് കോറിഡോർ എന്ന് പറഞ്ഞാല് ഈ പഞ്ചാബ് ഒക്കുപ്പൈഡ് കാശ്മീർ ഉണ്ടല്ലോ, പഞ്ചാബിന്റെ ഒരു സൈഡും കാശ്മീർ ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോറി, പഞ്ചാബ് ഒക്കുപ്പൈഡ് കാശ്മീരില്ല, ഈ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് പഞ്ചാബ് ഒരു പ്രൊവിൻസ് ഉണ്ട്. അതായത് പഞ്ചാബ് പാകിസ്ഥാന്റെ ബോർഡർ ഉണ്ടാവും നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അവിടെ ഒരു പ്രൊവിൻസ് ഉണ്ട്, പഞ്ചാബ് ഒക്കുപ്പൈഡ് പാകിസ്ഥാൻ ഉണ്ട്. അപ്പം ആ ഒരു പ്രൊവിൻസിൽ ഒരു സിഖ് പിൽഗ്രിമേജ് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഒരു സിഖുകാരുടെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ട്. അപ്പം അവർക്ക് ഈ ഇന്ത്യയിലുള്ള സിഖുകാർക്ക് ഈ പറയുന്ന പാകിസ്ഥാനിലുള്ള ഈ പറയുന്ന പിൽഗ്രിമേജിൽ സുഗമമായി പോകാൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട തീർത്ഥാടനം നടത്താൻ വേണ്ടിയാണ് ഈ പറയുന്ന കോറിഡോർ ഓപ്പൺ ആക്കി കൊടുക്കുന്നത്. അതിനുശേഷം 2025 പഹൽഗാം ടെറർ അറ്റാക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും, നേരത്തെ പറഞ്ഞു. പഹൽഗാം ടെറർ അറ്റാക്ക് നടക്കുന്നു. ഇതൊക്കെയാണ്. ഓക്കെ, പഹൽഗാം ടെറർ അറ്റാക്ക്, അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ഇന്ത്യ സ്പോട്ട് ട്രീറ്റി ചെയ്തൊക്കെ നമ്മൾ പറഞ്ഞല്ലേ, സസ്പെൻഡ് ചെയ്ത് ഒരു ബോർഡർ ജസ്റ്റ് ഒരു ഇമേജ് ആണ്, ജസ്റ്റ് നോക്കി വെക്കാം, കുഴപ്പമില്ല.
അക്സൈ ചിൻ വേറൊരു കോൺഫ്ലിക്റ്റ് റിട്ടൺ ആയിട്ടുള്ള സ്ഥലമാണ് അക്സൈ ചിൻ എന്ന് പറയുന്നത്. സിയാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. സിയാച്ചിൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിൽക്കുന്ന ഒരു ബോർഡർ ഏരിയ ആണ് സിയാച്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, LOC, ലൈൻ ഓഫ് കൺട്രോൾ. ഇതാണ് ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനെയും തിരിക്കുന്ന ബോർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ലൈൻ ഓഫ് കൺട്രോൾ. ഓക്കെ, ഇന്ത്യ ചൈനയാണ് അടുത്തത്. പക്ഷെ നമുക്കധികം സമയമില്ല. തുടങ്ങി വെച്ചാലും കണ്ടിന്യൂഷനിലെ പ്രശ്നം ഉണ്ടാവും. കാരണം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മുടെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ് നോക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യ ചൈന പോലത്തെ, അല്ലെങ്കിൽ ഇന്ത്യ USA, ഇന്ത്യ റഷ്യ, ഇന്ത്യ ചൈന, ഇന്ത്യ റഷ്യ, ഇന്ത്യ USA. ഓക്കെ, ഇത് 3 രാജ്യങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും. ഓക്കെ, അത് കണക്കാണ് ഡിപ്ലോമാറ്റിക് പഠിക്കാൻ പോകുന്നത്. പക്ഷെ അത് ഞാനിപ്പോ തുടങ്ങിയാൽ തീരില്ല. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങാം. ഓക്കെ, ഇന്ത്യ ചൈന, ഇന്ത്യ റഷ്യ, ഇന്ത്യ USA, ഒരു 2 ക്ലാസ്സും കൂടെ പോകും തോന്നുന്നു. കുറച്ച് വലിയ യൂണിറ്റ് ആണ്. പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഈ മോഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് കുറവാണ് കേട്ടോ. നിങ്ങൾക്ക് കൂടുതലും തിയറിയിലും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിലുമാണ് വെയിറ്റേജ് കിടക്കുന്നത്. ഇന്ത്യൻ ഫോറിൻ പോളിസിക്ക് അധികം വെയിറ്റേജ് സെറ്റുകാർ കൊടുക്കുന്നില്ല. നെറ്റിന്റെ എക്സാമിനൊക്കെ നല്ല വെയിറ്റേജ് ഉണ്ട്. പക്ഷെ സെറ്റിന്റെ എക്സാമിന് ഇന്ത്യൻ ഫോറിൻ പോളിസിക്ക് അധികം വെയിറ്റേജ് ഇല്ല. കൂടുതലും ഞാൻ ചോദിച്ചു കണ്ടൊരു ക്വസ്റ്റ്യൻ, ഞാൻ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ഇടാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം ഈ യൂണിറ്റ് ഒന്ന് കഴിഞ്ഞിട്ട്, ഈ മോഡ്യൂൾ ഒന്ന് കഴിഞ്ഞിട്ട്. ഓക്കെ, കൂടുതലും പക്ഷേ ഇപ്പം ഞാൻ ഹമ്പന്തോട്ട പോർട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഞാൻ തുടങ്ങി വെക്കാം. ഓക്കെ, ഇന്ത്യ ചൈന റിലേഷൻ എന്ന് പറയുന്നത് ഇതേപോലത്തെ ഈ സാർ ഇതുവരെ എടുത്ത പാർട്ടിൽ വന്ന സെറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പോകാം. ഉറപ്പായിട്ടും ഞാൻ ഈ മോഡ്യൂൾ ഓരോ മോഡ്യൂൾ വെച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ വിചാരിച്ചത് ഓരോ മോഡ്യൂൾ വെക്കുമ്പോൾ ആ മോഡ്യൂളിൽ ഇതുവരെ വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ സോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത് വെയിറ്റേജ്, ഇന്ത്യൻ ഫോറിൻ പോളിസിക്ക് വെയിറ്റേജ് കുറവാന്ന് പറഞ്ഞത്. നമുക്ക് ഒരു മോഡ്യൂൾ കഴിയുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം, പിന്നെ ഒരു മോഡ്യൂൾ കഴിയുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ പോകുന്നതല്ലേ നല്ലത്. അല്ലാതെ നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ടൈം പോത്തതേ ഉള്ളൂ. കാരണം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കുറച്ച് കാര്യങ്ങൾ ചിലപ്പം ഈ പറയുന്ന നമ്മൾ പഠിച്ച പുറത്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് പോവാം. ഒരു മോഡൽ തീർക്കുന്നു, അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കും. എന്തായാലും ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഓക്കെ, ഇന്ത്യ ചൈന. India China established diplomatic relations 1949. Okay, India China established diplomatic relations. India gains independence in 1947 and China gains independence in 1949. India was one of the first few non-communist nations in the world to recognize the communist PRC, People's Republic of China, and PRC എന്ന് പറയുന്നത്. 1950 China invades Tibet. അതായത് ഈ പറയുന്ന ചൈനയെ, അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചൈനയെ ആദ്യമായി റെക്കഗ്നൈസ് ചെയ്യുന്ന വളരെ ചുരുക്കം നോൺ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള, അതായത് കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത വളരെ ചുരുക്കം പെടുന്ന കുറച്ച് രാജ്യങ്ങൾ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, 1949. പിന്നെ 1950 എന്ത് പറ്റുന്നു? 1950 ചൈന ടിബറ്റ് ഇൻവേഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിന് പറ്റിയ കാരണം എന്ന് പറഞ്ഞാൽ ഒരു മാവോയുടെ 5 ഫിംഗർ പോളിസി എന്ന് പറഞ്ഞൊരു പോളിസി ഉണ്ട്. ഓക്കെ, 5 ഫിംഗർ അല്ല, 5 ഫിംഗർ എന്ന് പറഞ്ഞാൽ തോന്നുന്നു, ഒരു റൈറ്റ് പാമോ, ഓക്കെ, ഒരു കൈയിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോളിസിയാണ്. ഓക്കെ, അത് നിങ്ങൾ പഠിക്കണം, ഞാൻ ജസ്റ്റ് പറയാണ്. അതായത് അത് പ്രകാരം ഇത് ഒരു ഒഫീഷ്യൽ സാധനമല്ല കേട്ടോ. നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബ്ലീഡ് ഇന്ത്യ ത്രൂ തൗസൻഡ് കട്ട്സ് പോലെ ഒരു ഒഫീഷ്യൽ സാധനമല്ല. അതായത് മാവോയുടെ എഴുത്തുകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ഈ വലത്തെ പാം എന്ന് പറയുന്നത് ടിബറ്റും, തള്ളവിരൽ എന്ന് പറയുന്നത് എന്താണ് സിക്കിമും, ബാക്കിയുള്ള വിരലുകൾ എന്ന് പറയുന്നത് അരുണാചലും സിക്കിമും വരുന്ന കുറച്ച് പ്രദേശങ്ങളാണ്, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയേഴ്സ് ആയ റീജിയൻസ് ആണ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ, അതിന്റെ കറക്റ്റ് ആ ഒരു ഐഡിയയുടെ റൈറ്റ് പാം 5 ഫിംഗേഴ്സ് അങ്ങനെ ഉണ്ടാകുന്ന പോളിസിയുടെ പേര്. ഇതൊരു ഒഫീഷ്യൽ പോളിസി ഒന്നുമല്ല, പക്ഷെ അങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പം അതിന്റെയൊക്കെ ഒരു ബേസിസ്, ഒരു ഐഡിയോളജിക്കൽ ബേസിലാണ് ഇവര് ടിബറ്റ് എന്ത് ചെയ്യുന്നത്, ഇൻവേഡ് ചെയ്തത്. ഓക്കെ, ഇന്ത്യ റെക്കഗ്നൈസ് ഇൻ 1950 the Chinese suzerainty over Tibet. India begins to refer as Tibet region of China. On October 50, Chinese troops across the Sino-Tibetan boundary and moved towards Lhasa. Okay, അതായത്
ചൈനയ്ക്ക് ടിബറ്റിന് മുകളിലുള്ള ആധിപത്യം ഇന്ത്യക്ക് മനസ്സിലാവുകയും ചൈനയുടെ ആണ് ടിബറ്റ് എന്നുള്ള കാര്യം ഇന്ത്യ അംഗീകരിക്കുകയും ചെയ്തതാണ്. പക്ഷെ സംഭവം വഷളാവുന്നത് ഈ പറയുന്ന ദലൈലാമയ്ക്ക് പൊളിറ്റിക്കൽ അസൈലം അല്ലെങ്കിൽ രാഷ്ട്രീയ അഭയം കൊടുക്കുന്നതിന് ശേഷമാണ്. ഓക്കെ, അടുത്താണ് പഞ്ചശീല അഗ്രിമെന്റ്. പഞ്ചശീല ഈ ഒരു പേജ് കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ നിർത്താം. പഞ്ചശീല അഗ്രിമെന്റ്. പഞ്ചശീല അഗ്രിമെന്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നെഹ്റു, ചൈനീസ് പ്രസിഡന്റ് ഷൂ എൻലയും കൂടെ സൈൻ ചെയ്ത ഒരു 5 പ്രിൻസിപ്പിൾ പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് ആണ് ഈ പഞ്ചശീല എന്ന് പറയുന്നത്. സൈൻ ചെയ്തത് കൊളംബോയിൽ വെച്ചാണ്. ഓക്കെ, പഞ്ചശീല അഗ്രിമെന്റ് 1954. ഈ 5 പ്രിൻസിപ്പിൾസ് നിങ്ങൾ നോക്കി വെക്കുക. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ് ഈ 5 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു 3-4 പ്രിൻസിപ്പിൾസ് എന്നിട്ട് പറയും ഇതിൽ ഏതാണ് ഈ പഞ്ചശീല ചോദിക്കും. ഓക്കെ, കണ്ടാൽ പെട്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ആയിരിക്കും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ 5 പ്രിൻസിപ്പിൾസ് നന്നായിട്ട് നോക്കി വെക്കുക. ഓക്കെ, എനിക്കൊന്ന് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇത് പ്രീവിയസ് ടൈമിൽ. 2 പ്രാവശ്യത്തോളം ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്നത്. അതായത് ഒന്നുമില്ല, ഇത് കാണുന്നുണ്ട്. എന്നിട്ട് ചിലപ്പോൾ ഈ നോൺ ഉണ്ടാവില്ല, മ്യൂച്വൽ അഗ്രഷൻ എന്നായിരിക്കും. അപ്പൊ ഇതിനകത്ത് ഏതാണ് പെടാത്തതെന്ന് ചോദിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഏതാ മ്യൂച്വൽ അഗ്രഷൻ ആണ് പെടാത്തത്? സിമ്പിൾ. 1955 ബാൻഡും കോൺഫറൻസ്. ബാൻഡും കോൺഫറൻസ് അറിയായിരിക്കും, ലാമിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ബാൻഡും കോൺഫറൻസ് എന്ന് പറയുന്നത്. ഷൂ അൻലെ ആൻഡ് പ്രൈം മിനിസ്റ്റർ നെഹ്റു അറ്റൻഡഡ് ദ ഇനാഗുറൽ ആഫ്റ്റർ on 18-24 April 1955. A total 29 countries participated in Bandung Conference of NAM. Okay, നാമിന്റെ ഭാഗമായിട്ട് ബാൻഡിംഗ് കോൺഫറൻസ് വരുന്നു 1955-ലാണ്. ഓക്കെ, ടോട്ടൽ 29 രാജ്യങ്ങളാണ് ബാൻഡിംഗ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. ബാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയിലെ ഒരു സ്ഥലമാണ് കേട്ടോ. ബാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയിലെ ഒരു സ്ഥലമാണ്. ഓക്കെ, ഇന്തോനേഷ്യൻ ഫൗണ്ടിങ് സുകർണോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സുകർണോ എന്നാണ് അന്നത്തെ ഇന്തോനേഷ്യയുടെ നേതാവിന്റെ പേര്. നാമിന്റെ ഒരു ഫൗണ്ടിങ് മെമ്പറാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. 1959 ഇതാണ് ഇന്ത്യക്ക് പറ്റിയ ഒരു വലിയ പ്രശ്നം. ഓക്കെ, ഇന്ത്യ ഗ്രാൻസ് അസൈലം ടു ദലൈലാമ. ഓക്കെ, ഇന്ത്യ ഗ്രാൻസ് അസൈലം ടു ദലൈലാമ. ചൈന റിലേഷൻ സീസ് എ ഡൗൺഫോൾ. ഓക്കെ, ഇന്ത്യ ദലൈലാമയ്ക്ക് എന്ത് കൊടുക്കുന്നു? ഒരു രാഷ്ട്രീയ അഭയം കൊടുക്കുന്നു. ഓക്കെ, അവിടുത്തെ പൊളിറ്റിക്കൽ പെർസിക്യൂഷൻ താങ്ങാൻ കഴിയാതെ ദലൈലാമ നേരെ ഇന്ത്യയിലേക്കാണ് വന്ന് അഭയം തരുന്നത്. അവിടുത്തെ ഇവരുടെ ഈ പറയുന്ന ബുദ്ധന്മാരുടെ നേതാവായിരുന്നു, അല്ലെങ്കിൽ ആ ബുദ്ധ ഒരു ക്ലാന്റെ നേതാവായിരുന്നു ദലൈലാമ. അങ്ങനെ ദലൈലാമ നേരെ ഇന്ത്യയിലേക്ക് വരുന്നത് പറഞ്ഞ് അങ്ങനെ ദലൈലാമയ്ക്ക് ഇന്ത്യയിൽ അഭയം കൊടുക്കും. എനിക്കൊന്ന് മധ്യപ്രദേശിലാണെന്ന് തോന്നുന്നു. ഓക്കെ, ചെക്ക് ചെയ്യണം. ദലൈലാമയ്ക്ക് അഭയം കൊടുത്തത് എവിടെയാണെന്ന് അറിയാം. ദലൈലാമയ്ക്ക് അഭയം കൊടുത്ത സ്ഥലം മധ്യപ്രദേശിലാണെന്ന് തോന്നുന്നു. ഓക്കെ, ഓക്കെ, ഹിമാചലിലാണ്. ഹിമാചൽ പ്രദേശിലാണ് അഭയം കൊടുത്തത്, ധർമ്മശാലയിലാണ്. ഓക്കെ, ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലാണ് അഭയം കൊടുത്തത്. 1959 China refuses to accept McMahon Line. September 1959, after downfall in relations, China refuses to accept McMahon Line. McMahon Line എന്ന് പറഞ്ഞാൽ McMahon Line എന്ന് പറയുന്നത്. ഓക്കെ, ചൈന പ്രപ്പോസ് ചെയ്യുന്ന ലൈനിന്റെ പേരാണ് മക്ഡൊണാൾഡ് ലൈൻ. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 1852 ചൈന ആർഗ്യൂസ് ദാറ്റ് സിൻസ് ഇറ്റ് വാസ് നോട്ട് 42 peace treaty between British India and England, it will not accept the boundaries along McMahon Line. അതായത് ഈ 1852 ഒരു ട്രീറ്റി ഉണ്ടാവുകയാണ്. അതായത് ഇത് സംഭവം ഇത് പ്രശ്നമാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഇവർ ആദ്യം ഒരു മാപ്പ് വരച്ചു. ആ മാപ്പ് പ്രകാരം ഇന്ത്യ, നമ്മൾ നേരത്തെ ഒരു അക്സൈച്ചൻ റീജിയൻ കണ്ടില്ലേ ഒരു മാപ്പിൽ, ആ മാപ്പിൽ കൊടുത്തേക്കുന്ന ഈ അക്സൈച്ചൻ റീജിയൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പാർട്ടാണെന്നാണ് ഈ പറയുന്ന 1842 മാപ്പ് പ്രകാരം. ഓക്കെ, അതിനുശേഷം പിന്നെ ഒരു മാപ്പ് വരുന്നുണ്ട്. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇത് വീണ്ടും മാറ്റി വരയ്ക്കുന്നു. ആ മാപ്പ് പ്രകാരം എന്താണ് അതിനെ മക്ഡൊണാൾഡ് ലൈൻ എന്നാണ് വിളിക്കുന്നത്. ആ മാപ്പ് പ്രകാരം ഈ അക്സൈച്ചൻ റീജിയൻ ചൈനയുടെ പാർട്ടാണ്. അപ്പൊ ഈ അക്സൈച്ചൻ റീജിയന്റെ പുറത്തൊക്കെയാണ് ഇന്ത്യ സിനോ വാർ നടക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്ത്യ ചൈന വാർ എന്നല്ല പറയുന്നത്, ഇന്ത്യ സിനോ വാർ എന്നാണ് കേട്ടോ അതിനെ പറയുന്നത്. ഓക്കെ, ഇന്ത്യ സിനോ വാർ എന്നാണ് അതിനെ പറയുന്നത്, വാർ നടക്കുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഈ മക്മോഹൻ ലൈനിന്റെ പേരിൽ ഒരു പ്രശ്നം. ഇപ്പൊ മക്മോഹൻ ലൈൻ ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയും. ഓക്കെ, LAC എന്ന് പറയും, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്നാണ് അതിനെ പറയുക. കാരണം കോൺഫ്ലിക്റ്റ് നടക്കുന്നതുകൊണ്ട് ഒരു പ്രോപ്പർ ലൈൻ നമുക്ക് അംഗീകരിച്ചിട്ടില്ല. കാരണം ഈ പറയുന്ന ഈ യുദ്ധത്തിന് ശേഷം ആക്സിസിന്റെ നല്ലൊരു ഭാഗം ഇപ്പൊ ചൈനയുടെ അണ്ടറിലാണ്, വളരെ ചുരുക്കം ഭാഗങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി നോക്കിയാൽ മതി, എന്തായാലും സമയം കഴിഞ്ഞില്ലേ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ചുകൂടെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് പോകാനുള്ള കാര്യങ്ങളുണ്ട്. എക്സാമിന് ചോദിക്കുമെന്ന് അറിയില്ല മീൻസ് ഇതിന് വെയിറ്റേജ് കുറവാണ്. ഓക്കെ, ഇതിന് വെയിറ്റേജ് കുറവാണ്. ഞാൻ നോക്കിയിട്ട് ഇന്ത്യൻ ഫോറിൻ പോളിസിക്ക് വെയിറ്റേജ് കുറവാണ്.
ബാക്കി തിയറിക്കും അതേ കണക്ക് തന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷനുമാണ് വെയിറ്റേജ് കൂടുതൽ. പക്ഷെ നിങ്ങളിത് പഠിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഭാവിയിൽ യൂസ് ആവുന്ന ഒരു കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ത്യൻ ചൈന റിലേഷൻസും ഇന്ത്യ USA റിലേഷൻസും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പറഞ്ഞത് കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഒരുപാടുള്ള കുറച്ച് റിലേഷൻസ് ഇന്ത്യ ചൈനയും ഇന്ത്യ USA എന്ന് പറയുന്നത്. പക്ഷെ റഷ്യ ആയിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം എന്ന് പറയുന്നത് വളരെ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻസ്. ഓക്കെ, അപ്പം താങ്ക് യു.